ഒരു കേൾക്കാമോ? ഹലോ? കേൾക്കാം കേൾക്കാം. ഹലോ. ഓക്കെ ഓക്കെ തുടങ്ങാമേ. കുറച്ചൊന്ന് നോക്കാമേ.
ഓക്കെ, കേൾക്കാമോ? ഓക്കെ, ഹലോ. ജോലി കേൾക്കാമോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇപ്പോഴും ആളുകൾ കേൾക്കാണ്ടിരിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോഡെക്സ് ഹോസ്റ്റ് ചെയ്ത ഫസ്റ്റ് ഇവന്റാണ് UI അച്ചു. സോ സെഷൻ ജോയിൽസിൻ്റെയാണ് പുതിയ എത്തിയിട്ടുണ്ട്. സോ വലിയ ഇൻട്രൊഡക്ഷൻ ആവശ്യമൊന്നും തോന്നുന്നില്ല, നമുക്ക് നേരെ പുള്ളിയോട്ട് തന്നെ പോവാം. സോ ജോലി Hello. പറഞ്ഞാൽ Yeah. Started. Okay, yeah. So, 22 എത്ര പേരുണ്ട്? 28 പേരുണ്ടല്ലേ. സോ വെൽക്കം ടു UX വർക്ക്ഷോപ്പ് ഓർ വെബിനാർ. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് ജോയൽ സിബി. ഞാൻ UX ഡിസൈനറാണ് ബൈ പ്രൊഫഷൻ, ബട്ട് റൈറ്റ് നൗ വർക്കിംഗ് ആസ് എ കമ്മ്യൂണിറ്റി മോഡറേറ്റർ, ഡിസ്കോഡ് കമ്മ്യൂണിറ്റി മോഡറേറ്റർ. ഒരു 3 വർഷമായിട്ട് UX ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, ബ്രാൻഡിങ്, വീഡിയോ എഡിറ്റിങ്, അങ്ങനെ എല്ലാ ഫീൽഡുകളും കവർ ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് മറ്റൊക്കെ. സോ ലൈക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ UXനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, നമുക്ക് UX ഡിസൈനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുമ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഈ UX എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഒട്ടും അൺഫെമിലിയർ ആയിട്ടുള്ള സാധനമൊന്നുമല്ല. ഓക്കെ, ഇതൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സാധനമല്ല. കാരണം ഒരു മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ആൻഡ് വെബ്സൈറ്റ്സ് ഡെയിലി യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ. സോ നമുക്ക് ആക്ച്വലി ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫ്രസ്ട്രേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ പോയിന്റിലാണ് നമുക്കൊരു ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് ഒരു ഇത് കൊള്ളത്തില്ല, ഇത് ആരുണ്ടാക്കിയെന്ന് തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ. സോ ഈ ഒരു പോയിന്റിലെല്ലാം നമ്മൾ ഈ ഒരു UX-നെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അറിയാണ്ട് തന്നെ ഇതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില സ്പെസിഫിക് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ്, സ്പെസിഫിക് കൈൻഡ് ഓഫ് വെബ്സൈറ്റ്സ് സർട്ടൻ പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നത്. സോ ലൈക്ക് ഞാൻ ഈ ഒരു 1.5 hour വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം പണ്ടത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, ലൈക്ക് ഒരു ഫുൾ ടൈം ടോക്കിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല, 1.5 hour ടോക്കിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റിയ സാധനമല്ല ഇത്. എസ്പെഷ്യലി ഇറ്റ്സ് എ സ്കിൽ. അപ്പൊ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഹാൻഡ്സ് ഓൺ എക്സസൈസസ് ഒക്കെ വേണം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനുള്ള ഒരു ടൈം ഇല്ല. പിന്നെ ഒരു 1.5 hour ഉണ്ടോ 2 hour ഉണ്ടോ ഡേയോ മന്ത് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു സംഭവമല്ല UX ഡിസൈനിങ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു UX ഡിസൈനിങ് എന്ന് പറയുന്നത്. എസെൻഷ്യലി ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. വലിയൊരു ഈവൻ പ്രൊഫഷണൽ ആയിട്ടുള്ള UX ഡിസൈനേഴ്സ് പോലും ലൈക്ക് എനി അതർ ഡിസൈനേഴ്സ് അവര് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അവര് ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ. ഇറ്റ്സ് ആൻ ഇവോൾവിംഗ് ഫീൽഡ്, ഇറ്റ്സ് എ ഹൈ പേയിങ് ഫീൽഡ്. അങ്ങനെയുള്ള കുറെ ഇമ്പോർട്ടൻസ് ഈ ഒരു UX ഡിസൈനിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫീൽഡിനുണ്ട്. എനിവേസ് ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എസെൻഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ UX ഈസ് ദ ആർട്ട് ഓഫ് നോട്ട് കൺഫ്യൂസിങ് പീപ്പിൾ.
അതായത് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നോട്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റുകളും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് UI/UX ഡിസൈനിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചില ആപ്ലിക്കേഷൻസിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ഗെയിമിന്റെയോ അല്ലെങ്കിൽ ഒരു പേയ്മെന്റും ആയിട്ട് ബന്ധപ്പെട്ട സാധനമോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ ദർ മൈറ്റ് ബി സം ബട്ടൺ ഓർ ഓപ്ഷൻ ലൈക്ക് യു വിൽ ബി തിങ്ക് ഈശ്വര ഇത് ക്ലിക്ക് ചെയ്യണം, ഇത് വേണ്ടേ, ഇത് ക്ലിക്ക് ചെയ്ത് തന്നെ എന്ത് സംഭവിക്കും, എന്റെ കയ്യിലുള്ള സാധനം മൊത്തം പോവോ, എന്റെ എല്ലാ ട്രസ്റ്റ് കൊടുത്ത് ഞാൻ ഈ സാധനത്തെ വിശ്വസിക്കണോ, ലൈക്ക് എന്ത് വിശ്വസിച്ച് ഞാനത് ക്ലിക്ക് ചെയ്യുന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ. ദാറ്റ് കൈൻഡ് ഓഫ് തിങ് വരുന്നതിനുള്ള റീസൺ പ്രോപ്പർ ആയിട്ടുള്ള UI/UX ഡിസൈനിങ് ആ ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ നടക്കാത്തത് കൊണ്ടാണ്. സോ നമ്മൾ ഇന്ന് ബേസിക്കലി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആപ്ലിക്കേഷൻസ് എന്തുകൊണ്ടാണ് ഇത്ര കിടിലമായിട്ടിരിക്കുന്നത്, ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് കയറി കഴിയുമ്പോൾ നമ്മൾ പറയല്ലേ ലൈക്ക് ദിസ് ഗൈ വോക്കപ്പ് ആൻഡ് ചോസ് വയലൻസ് എന്ന് പറയല്ലേ, ഒരു ദിവസം രാവിലെ എണീറ്റു ഡിസൈനർക്ക് ഭ്രാന്ത് പിടിച്ച് അയാളൊന്നും ഉണ്ടാക്കി ലൈക്ക് നമ്മളുടെ പരിവാഹന ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഒക്കെ പോലെ. സോ ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ആക്ച്വലി UI/UX ഡിസൈനിങ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കാര്യത്തിൽ എനിക്കുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വെബിനാർ കഴിയുമ്പം മോസ്റ്റ് പ്രോബബ്ലി യു വിൽ ബി ഏബിൾ ടു ഡിസൈൻ സംതിങ് ഗുഡ്. നല്ല കുറച്ച് പ്രോഡക്റ്റുകൾ, നല്ല കുറച്ച് വെബ്സൈറ്റുകൾ, ആപ്ലിക്കേഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് കിട്ടും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അടുത്തൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷന്റെ എക്സ്പീരിയൻസ് ഇരിക്കേണ്ടത് എന്ന് അനലൈസ് ചെയ്യാനും നിങ്ങളുടെ എൻ്റയർ പെർസ്പെക്റ്റീവേ മാറും. അതാണ് UI/UX ഡിസൈനിങ്ങിന് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കാര്യം അതാണ്. സോ ഞാൻ പറഞ്ഞാൽ ഒരു 90 മിനിറ്റിൽ തീർക്കാൻ പറ്റത്തില്ല, എങ്കിലും നിങ്ങൾക്ക് മാക്സിമം ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഹാൻഡ്സ് ഓൺ എക്സസൈസസ് ഒന്നുമില്ല, അത് ആക്ച്വലി ഒരു UX ഡിസൈനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ, നിങ്ങളുടെ സ്കിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ഓക്കെ, ഫോർ ദാറ്റ് പർപ്പസ് തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് സ്ലൈഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യു ക്യാൻ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആൻഡ് വാച്ച് ഇറ്റ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഒരു കിക്ക് സ്റ്റാർട്ട് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് ടു ആപ്ലിക്കേഷൻ ഡിസൈൻസ് ഓവർ ഹിയർ. രണ്ട് സ്ക്രീനുകൾ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എസെൻഷ്യലി നിങ്ങൾക്ക് ഇതിലൂടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വിച്ച് വൺ ഇസ് ഗുഡ്, വിച്ച് വൺ ഇസ് നോട്ട്. കാരണം ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്ത് പിടിക്കും, ഇത് എന്തൊരു കുന്തോ ഇതിനകത്ത് എന്താ ചെയ്തു വെച്ചിരിക്കണം എന്നുള്ള രീതി. അതർ വൺ ഇസ് ഇറ്റ്സ് ക്ലീൻ, ഇറ്റ്സ് മിനിമൽ. അതിന്റെ അകത്ത് അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്താ ചെയ്യണമെന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. അടുത്തതിൽ ബട്ടൺ ഏതാന്ന് പോലും തിരിയത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് എസെൻഷ്യലി ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ബാഡ് ഡിസൈൻ ആൻഡ് എ ഗുഡ് ഡിസൈൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ നമ്മളൊന്ന് ഒരു അനാലജി പോലെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ റെയിൽവേയും ടെസ്ലയും പോലെ, അതായത് നമുക്ക് ഒരു ട്രോമ തരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ബാഡ് ഡിസൈൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലാണ്. എക്സെൻഷ്യലി ദാറ്റ്സ് ഇറ്റ്. അതാണ് ഒരു ബാഡ് ഡിസൈൻ അല്ലെങ്കിൽ ഗുഡ് ഡിസൈൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. സോ ഒരു കിക്ക് സ്റ്റാർട്ട് പോലെ കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണെന്ന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാനായിട്ട്. ഓക്കെ, സോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഒരു ബോണസ് ടോപ്പിക് കൂടെ ഉണ്ട്. സോ എസെൻഷ്യലി ഈ ഒരു 9 ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, എന്താണ് യൂസർ ഇന്റർഫേസ്, എന്താണ് യൂസർ എക്സ്പീരിയൻസ്, ആൻഡ് യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇന്റർഫേസ്, യൂസർ എക്സ്പീരിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പിന്നെ ഇതിന്റെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഡിസൈൻ പ്രോസസ് എന്താണ്, ഇതിൽ യൂസ് ചെയ്യുന്ന ടൂളുകൾ, സോഫ്റ്റ്വെയറുകൾ എന്താണ്, പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ജോബുകൾ കിട്ടും, എന്തൊക്കെ കരിയർ പാത്തുകൾ ഉണ്ട് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ, പിന്നെ ഒരു ബോണസ് ആയിട്ടുള്ള സംഭവം. സോ ഇതാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് യൂസർ ഇന്റർഫേസ് ഡിസൈൻ? എസെൻഷ്യലി യൂസർ ഇന്റർഫേസ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് കാണാൻ എങ്ങനെ ഇരിക്കുന്നു, കാണാനും കേൾക്കാനും നിങ്ങളുടെ വിഷ്വലി നിങ്ങളുടെ സെൻസിൽ ഈ സാധനം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷ്വൽ വൈബ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനേഷൻ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇന്റർഫേസ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് സം ലൈക്ക് ഹൗ എ ഡിജിറ്റൽ പ്രോഡക്റ്റ് ലുക്ക് ഓർ ബിഹേവ്. അത് എങ്ങനെ കാണുന്നു, അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ കംപ്രസ് ചെയ്തിട്ടുള്ളതാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ബട്ടണുകൾ, നിങ്ങൾ കാണുന്ന ടെക്സ്റ്റ്, വായിക്കുന്ന ടെക്സ്റ്റ്, അതിന്റെ ഫോണ്ട്, അല്ലെങ്കിൽ അതിലുള്ള ടൈപ്പോഗ്രഫി, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ കളേഴ്സ്, അതിനുള്ള ഐക്കൺസ് നിങ്ങൾ കാണുന്നില്ല, ഇതെല്ലാം UI ആണ്, ഇതെല്ലാം യൂസർ ഇന്റർഫേസ് ആണ്. വിഷ്വൽ ആൻഡ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളെല്ലാം യൂസർ ഇന്റർഫേസിൽ വരുന്നു. എസെൻഷ്യലി യൂസർ ഇന്റർഫേസിന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള
കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസബിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ കാണുന്ന ബട്ടണുകൾ, അല്ലെങ്കിൽ ബുക്ക് നൗ ബട്ടൺ, അല്ലെങ്കിൽ ഒരു സീറ്റ് ലേഔട്ട്, അല്ലെങ്കിൽ ഒരു പോപ്പ്, ഓൾ ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ് ആർ യൂസർ ഇന്റർഫേസ് എലമെന്റ്സ്. ഇറ്റ്സ് ഒരു ഫോർ ആൻ അനോളജി, നിങ്ങളൊരു റൂം എടുത്തു, പുതിയൊരു വാടക വീട്ടിലോട്ട് മാറി, അല്ലെങ്കിൽ ഒരു പുതിയ വീട് എടുത്തു, നിങ്ങളൊരു റൂം കിട്ടി, ആ റൂം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒന്നും ഇല്ലാത്ത റൂം, ആ റൂമിൽ നിങ്ങൾ പെയിന്റ് അടിച്ചു, ആ റൂമിൽ നിങ്ങൾ ലൈറ്റ് പിടിപ്പിച്ചു, ആ റൂമിൽ നിങ്ങൾ മാറ്റി വെച്ചു, ആ റൂമിൽ നിങ്ങളൊരു കബ്ബോർഡ് സെറ്റ് ചെയ്തു. ലൈക്ക് നിങ്ങൾക്ക് ആ റൂം അലൈവ് ആയിട്ട് തോന്നുന്ന രീതിയിൽ നിങ്ങൾ കുറെ സംഭവങ്ങൾ സെറ്റ് ചെയ്യും. ഇതിനാണ് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ലൈക്ക്, അല്ലെങ്കിൽ ഒരു അനാലജി ആയിട്ട് പറയാം യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസിനെ കുറിച്ച്. ലൈക്ക് നിങ്ങളൊരു ആപ്പ്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഫോണ്ടുകൾ സെറ്റ് ചെയ്യും. കുറച്ചുകൂടെ ആ ഒരു എന്താണ് ആ ആപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഏത് കൈൻഡ് ഓഫ് ഓഡിയൻസിനാണ് വേണ്ടതെന്നനുസരിച്ച് നിങ്ങൾ ഒരു ഫോണ്ട് ഡിസൈൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ അതിനൊരു ഐക്കൺസ് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ അതിന് നിങ്ങൾ ബട്ടണുകൾ പോലുള്ള ഇന്ററാക്റ്റീവ് എലമെന്റ്സ് ആഡ് ചെയ്യും. പിന്നെ അതിന് നിങ്ങൾ കളേഴ്സ് കൊടുക്കും. ഓൾ ദീസ് സ്റ്റഫ് ആർ യു ഐ ഡിസൈനിങ്, പാർട്ട് ഓഫ് യു ഐ ഡിസൈനിങ്. യു ഐ ഡിസൈനിങ്ങിൽ എസെൻഷ്യലി വരുന്ന എലമെന്റുകളാണ് ബട്ടൺസ്, പിന്നെ കളേഴ്സ്. യു ഐ ഡിസൈനേഴ്സ് ലൈക്ക് പ്രോബബ്ലി ഒരു ബ്രാൻഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കളർ പാലറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ യു ഐ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കളർ പാലറ്റ് സെറ്റ് ചെയ്യും. അത് പിന്നെ സെറ്റ് ഓഫ് ഐക്കൺസ്, പിന്നെ സെറ്റ് കൈൻഡ് ഓഫ് ലേഔട്ട്, പിന്നെ ടൈപ്പോഗ്രഫി, ഇല്യൂസ്ട്രേഷൻസ്, ആനിമേഷൻസ്, ഇതെല്ലാം ഒരു യൂസർ ഇന്റർഫേസിന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ എലമെന്റ്സ് ആണ്. ഇനി എന്താണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ? യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ആളുകൾ കാണുന്നു, ഇതിനുള്ള ഒരു വിഷ്വൽ വൈബ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ യൂസർക്ക് എന്ത് ഫീലിംഗ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ്. എൻറ്റയർ എക്സ്പീരിയൻസ്, അതായത് എത്ര ഈസിയാണ് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പഠിക്കാൻ എന്നത് തൊട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ എന്ത് സാറ്റിസ്ഫൈങ് ആണ് എന്നത് വരെ, അല്ലെങ്കിൽ എൻറ്റയർ ജേർണി, ഒരു ആപ്ലിക്കേഷൻ അയാൾ ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ട് ആ ആപ്ലിക്കേഷന്റെ റിസൾട്ട് അയാൾക്ക് കിട്ടുന്നത് വരെയുള്ള പോയിന്റ്, റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടും അയാൾക്കുള്ള അതിനുള്ള ഇംപ്രഷൻ, ഇതെല്ലാം യൂസർ എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഇമോഷണൽ റോളർ കോസ്റ്റർ. ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഇമോഷണൽ റോളർ കോസ്റ്ററോടെ പോകുന്ന പോലെയാണ് ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നല്ല യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ യൂസറിന് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ പുള്ളിക്ക് സ്മാർട്ട്നെസ് തോന്നും. ലൈക്ക് ഓ ഇത് കിട്ടില്ലാണ്, ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഇതിനകത്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഒരു ബാഡ് യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഒരു ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഹി വിൽ എൻഡ് അപ്പ് ലൈക്ക് ഇത് ഈ മെനു എന്തിനാ അവിടെ വെച്ചാൽ, അല്ലെങ്കിൽ ഈ സാധനം എന്തിനാ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, ഇത് ആരാ ഈ സാധനം ഉണ്ടാക്കിയെന്നുള്ള തോട്ടൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ആപ്ലിക്കേഷന്റെ എൻറ്റയർ എക്സ്പീരിയൻസ്, എൻറ്റയർ തിങ് യൂസർ എക്സ്പീരിയൻസ് ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിലൂടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അതിന്റെ യൂസബിലിറ്റി, അതിന്റെ ഫംഗ്ഷനാലിറ്റി, അതിന്റെ എഫിഷ്യൻസി, അതിന്റെ ഇമോഷണൽ ഇമ്പാക്ട്, എവറിത്തിങ്. അത് യൂസ് ചെയ്യുന്ന ആൾക്ക് സന്തോഷം തോന്നണോ, സങ്കടം തോന്നണോ, ചിരിക്കണോ, കരയണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെല്ലാം യൂസർ എക്സ്പീരിയൻസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് യൂസർ എക്സ്പീരിയൻസിന്റെ ഒരു ഗോള്? യൂസർ എക്സ്പീരിയൻസ് ഇസ് അബൌട്ട് സോൾവിങ് യൂസർ പ്രോബ്ലംസ്. യൂസർ ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആരാണോ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, പുള്ളിയാണ് അതിൻ്റെ അകത്ത് മെയിൻ. പുള്ളിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്യുന്നത്. ബ്രാൻഡ് ഏതാണ്, അവരുടെ സംഭവങ്ങൾ എന്താണ്, അതെല്ലാം പിന്നീടാണ്. ആദ്യം യൂസറിന് എന്താണ് വേണ്ടത്, അയാൾക്ക് ഈസി ആയിട്ട് എൻജോയബിൾ ആയിട്ട് ഈ സാധനം യൂസ് ചെയ്താൽ മാത്രമേ ഒരു വിന്നാവത്തുള്ളൂ. അതുകൊണ്ട് യൂസർ എക്സ്പീരിയൻസ് ആദ്യം സെറ്റ് ചെയ്യുന്നത് യൂസർ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ പ്രോഡക്റ്റും നമ്മൾ യൂസ് ചെയ്യുന്ന എവരി സിംഗിൾ പ്രോഡക്റ്റ്, നിങ്ങൾ ഫിസിക്കൽ പ്രോഡക്റ്റുകളായാലും ഡിജിറ്റൽ പ്രോഡക്റ്റുകളായാലും ഏത് ആപ്പ് ആയാലും ഏത് വെബ്സൈറ്റ് ആയാലും ലൈക്ക് വാട്സ്ആപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, മൈക്കോ, എന്ത് സാധനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തിൽ നിന്നാണ്. ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കുകയാണ് യൂസർ എക്സ്പീരിയൻസിന്റെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. ആ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ്, എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. യൂസർ എക്സ്പീരിയൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ യൂസറിന്റെ പ്രോബ്ലം എന്താണ്, യൂസർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈക്ക് യു ആർ എൻറ്റയർലി റിവോൾവിങ് അറൌണ്ട് ദ യൂസർ. യൂസറിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യവും യൂസർ എക്സ്പീരിയൻസിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഗെയിം ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര ഈസി ആയിട്ട് ആളുകൾക്ക് കൺട്രോൾസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ആ കൺട്രോൾസ് എത്ര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗെയിം എത്ര തവണ ക്രാഷ് ആവുന്നുണ്ട്, ഗെയിം ക്രാഷ് ആവുന്നതിന്റെ ഫ്രീക്വൻസി, പിന്നെ ആളുകൾക്ക് എത്ര സന്തോഷം തരുന്നു, അത് എന്ത് തരത്തിലുള്ള എഫക്റ്റ് അവർക്ക് കൊടുക്കുന്നു, എന്ത് എക്സ്പീരിയൻസ് കൊടുക്കുന്നു, ആളുകൾ എന്ത് ഫീൽ ചെയ്യുന്നു,
അവർക്ക് ആ ഗെയിം കളിക്കുമ്പോൾ ഹാപ്പിനെസ് പോകുന്നുണ്ടോ, അവരുടെ ഡോപ്പാമിൻ ബൂസ്റ്റ് ആവുന്നുണ്ടോ, അത് അഡിക്റ്റീവ് ആവുന്നുണ്ടോ, അവര് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ, ഈവൻ ചില നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ പ്ലേയുടെ റേറ്റിംഗ് ചോദിച്ചില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യൂസർ എക്സ്പീരിയൻസ്. കാരണം യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ് ആണ് അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. അവര് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ ആപ്പിന്റെ റേറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് നിങ്ങൾ എന്താണ് വരുന്നത്, ഇവിടെ എന്താണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത്, അതർ ദാൻ ഡെവലപ്പേഴ്സ് ഓർ ദ ഓണേഴ്സ്. അപ്പം എസെൻഷ്യലി ലൈക്ക് ദ ഹോൾ എക്സ്പീരിയൻസ് ആണ് യൂസർ എക്സ്പീരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യൂസർ ഇന്റർഫേസ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ രണ്ട് സാധനം പറഞ്ഞു. സംടൈംസ് യു മൈറ്റ് ഫീൽ ലൈക്ക് ദീസ് ടു ആർ സെയിം അല്ലെ. എക്സ്പീരിയൻസ്, ഫീലിംഗ്, വിഷ്വൽ വൈബ് ഇതെല്ലാം ഓൾമോസ്റ്റ് ഒന്നല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. ബട്ട് ദർ ആർ സം കീ ഡിഫറൻസസ്. ആക്ച്വലി കീ ഡിഫറൻസസ് എന്ന് പറയുന്നതിനപ്പുറം യൂസർ ഇന്റർഫേസ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിന്റെ ഒരു പാർട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിന്റെ യൂസർ എക്സ്പീരിയൻസിന്റെ പ്രോസസ്സുകൾ പറയുമ്പോൾ, ഡിസൈൻ പ്രോസസ്സ് പറയുമ്പോൾ പറഞ്ഞുതരാം. എസെൻഷ്യലി UI ഈസ് ദ പാർട്ട് ഓഫ് യൂസർ എക്സ്പീരിയൻസ്. പക്ഷെ ദർ ആർ സം കീ ഡിഫറൻസസ്. അതിലൊന്നാണ് ലൈക്ക് നിങ്ങൾക്ക് യൂസർ ഇന്റർഫേസിനെയും യൂസർ എക്സ്പീരിയൻസിനെയും ഒരു ബ്രദേഴ്സിനെ അല്ലെ സിബ്ലിങ്സിനെ പോലെ നിങ്ങൾക്ക് കാണാം. ഒരാള് പുള്ളിയുടെ സ്റ്റൈലിഷ് വൈബിലൊക്കെ ഫോക്കസ് ചെയ്തോണ്ട് പോകുന്നു, മറ്റൊരു പുള്ളി ആ വീട്ടിലെ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള, എല്ലാ കാര്യങ്ങളും നടന്നു പോകണം എന്നുള്ള ഒരു തോട്ടുള്ള ആള്. ഇങ്ങനെ രണ്ട് പേരായിട്ട് നമുക്ക് യൂസർ ഇന്റർഫേസിനെയും യൂസർ എക്സ്പീരിയൻസിനെയും വെക്കാൻ പറ്റും. ഫോർ ആൻ അനാളജി, ഒരു ഹോട്ടൽ ബിൽഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൽ രണ്ട് ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഒരു ആർക്കിടെക്റ്റും ഒരു ഇന്റീരിയർ ഡിസൈനറും ഉണ്ട്. ആർക്കിടെക്ട് എന്താ ചെയ്യുന്നത്, അതിന്റെ ലേഔട്ട് എല്ലാം സെറ്റ് ചെയ്യും, അതിന്റെ സ്ട്രക്ചർ സെറ്റ് ചെയ്യും, ഈ പരിപാടികളെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ഈ ഒരു ഇന്റീരിയർ ഡിസൈനർ ആണെങ്കിൽ അതിനകത്ത് എന്ത് പെയിന്റ് വേണം, അതിലേത് ഫർണിഷിംഗ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ അകത്ത് വാട്ട് കൈൻഡ് ഓഫ് ഡെക്കറേഷൻസ് ചെയ്യണം, ഇതെല്ലാം നോക്കുന്നത് യൂസർ ഇന്റർഫേസ് ഡിസൈനർ ആണ് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനർ ആണ്. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ആർക്കിടെക്റ്റ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ ആയിട്ടും ഇന്റീരിയർ ഡിസൈനറിനെ ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈനർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓർ ബെസ്റ്റ് അനാളജി. അപ്പോ പ്രൊഡക്റ്റ് ടൈംസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എസെൻഷ്യലി അയാൾ തിങ്ക് ചെയ്യുന്നത് ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ലൈക്ക് ആൻ ആർക്കിടെക്ട് അങ്ങനെയാണ് UX ഡിസൈനർ വർക്ക് ചെയ്യുന്നത്. അതേസമയത്ത് യൂസർ ഇന്റർഫേസ് ഡിസൈനർ എന്ത് കളർ കൊടുക്കണം, ഇതിന് ഇമേജ് വെക്കണം, ഇതിനെന്ത് ഫോട്ടോ വെക്കണം, ഇതിനെന്ത് ഫോണ്ട് വെക്കണം, ഇതിന്റെ സ്ക്രീൻ എങ്ങനെ ഇരിക്കണം. ലൈക്ക് an ഇന്റീരിയർ ഡിസൈനർ ആണ് യൂസർ ഇന്റർഫേസ് ഡിസൈനർ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിലൊരു കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിടിലമായിട്ട് കാണാൻ കിടിലമായിരിക്കണം. യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യണം, ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സംഭവം നടക്കണം. അതാണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് എന്ന് പറയുമ്പോൾ യൂസർ ഇന്റർഫേസ് അബൌട്ട് ലുക്ക് ആൻഡ് ഇന്ററാക്ടിവിറ്റി, ലൈക്ക് ബട്ടൺ വിഷ്വൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അബൌട്ട് ഓവറോൾ ഫീൽ. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ വരുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഈ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങും യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങും ഒരുമിച്ച് പോയാൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് വിൻ ആവത്തുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം പ്രോപ്പർ ആയിട്ട് നടക്കാണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് വുഡ് ബി റിയലി ബാഡ്. എല്ലാ കേസിലും അങ്ങനെയല്ല, പക്ഷെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗുഡ് UIക്കും ഒരു ബാഡ് യൂസർ എക്സ്പീരിയൻസിനും എക്സാമ്പിൾ ചോദിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ക്ലിയർ ആയില്ലെന്നോ. എന്ത് ക്ലിയർ ആയില്ലെന്ന് പറഞ്ഞു എന്താണ് ക്ലിയർ ആവാത്ത? ഡൗട്ട് ക്ലിയറൻസ് അടുത്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. ലാസ്റ്റ് പറഞ്ഞാൽ പറയാം. ലാസ്റ്റ് പറയാം. ഓക്കെ അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എസെൻഷ്യൽ ആണ് ആ സ്ലൈഡ് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അപ്പോഴേ ക്ലിയർ ചെയ്യാം. അല്ലാതെ ഓഫ് കോഴ്സ് യു കാൻ ആസ്ക്. ലൈക്കോണൊക്കെ ചോദിക്കാം കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം ഞാൻ സെഫോറ പറഞ്ഞു. സെഫോറ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ബ്യൂട്ടി ബ്രാൻഡ് അല്ലെങ്കിൽ സ്കിൻ കെയർ ബ്രാൻഡുകളൊക്കെ പരിചയമുള്ളവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സെഫോറ. ഇവരുടെ ഒരു വെബ്സൈറ്റിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഇവരുടെ ഒരു വെബ്സൈറ്റിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാണാൻ കിടിലമാണ്, നല്ല കിടിലൻ ലൈക്ക് വിഷ്വലി പൊളിയാണ്, നല്ല കിടിലൻ ഫോട്ടോസ്, സിമ്പിൾ ലേഔട്ട് ആണ്, AR പോലുള്ള കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ യൂസർ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഈ സെഫോറയുടെ വെബ്സൈറ്റ് ഒരു ബാഡ് എക്സാമ്പിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ലൈക്ക് അതിന്റെ നാവിഗേഷൻ സംടൈംസ് ഇതിന്റെ സെർച്ച് ഫംഗ്ഷനാലിറ്റി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. ഇത് യൂസ് ചെയ്യുന്നവർക്കാണ് അറിയാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരത്തില്ല. ചില സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ 1-2 സ്ക്രോൾ ചെയ്ത് നോക്കണം. ചില ഫീച്ചേഴ്സ് കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കുറെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. സോ കാണാൻ കിടിലമാണ്, പക്ഷെ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വർക്ക് ആവുന്നത്.
അനദർ എക്സാമ്പിൾ ആണ് വിക്കിപീഡിയ. നല്ല യൂസർ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷെ ഇന്റർഫേസ് രീതി നോക്കിക്കഴിഞ്ഞാൽ മോശമാണ്. കാരണം എക്സ്പീരിയൻസിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത് ആണ്, കൺസിസ്റ്റന്റ് ആണ്, എല്ലായിടത്തും കൺസിസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ കറക്റ്റ് ആയ രീതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ടെക്സ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് വായിക്കുന്ന ആളുകൾക്ക് കറക്റ്റ്, നോക്കുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് റീഡിങ് എക്സ്പീരിയൻസ് കിട്ടും. പക്ഷെ യൂസർ ഇന്റർഫേസ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, അപ്ഡേറ്റ്സ് ഭയങ്കര ലോ ആണ്, ലേഔട്ട് സംടൈംസ് ഒരു എല്ലായിടത്തും ഒരുപോലെ അല്ല നമുക്ക് തോന്നിയെന്ന് വരും. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബാഡ് യു ഐ ബട്ട് എ ഗുഡ് യു എക്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തുകൊണ്ടാണ് യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങും യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങും ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ആക്ച്വലി ഇതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നതിന് മുന്നേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുവാണെങ്കിൽ, ഒരു ആപ്ലിക്കേഷൻ ഒരു യൂസർ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് അത് മോശമാണെങ്കിൽ അവർ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും, കൊള്ളത്തില്ലെങ്കിൽ. അത് അയാളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അത് ക്വിറ്റ് ചെയ്ത് കളയും. അയാൾ മേ ബി യൂസ് ചെയ്യുമായിരിക്കും, പക്ഷെ അയാൾ അത് ക്വിറ്റ് ചെയ്യും. അയാൾ എന്ത് പ്രോസസ്സാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് പാതി വഴിയിൽ അയാൾ നിർത്തും. അയാൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഗുഡ് യു ഐ ആൻഡ് ഗുഡ് യു എക്സിന് എക്സാമ്പിളോ ഇഷ്ടം പോലെ ഉണ്ട് ബ്രോ. ഈ ഗുഡ് യു ഐ ആൻഡ് ഗുഡ് യു എക്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ലാസ്റ്റ് ഈ ഒരു അവസാനത്തിലോട്ട് എത്തുന്ന സമയത്ത് ഒന്ന് രണ്ട് ടൂളുകൾ പറഞ്ഞു തരുന്നുണ്ട്. ലൈക്ക് യു ഐ എക്സ് ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടൂളുകൾ. അതിനകത്ത് ഞാൻ ബെസ്റ്റ് യു എക്സ് യു ഐക്കും എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ടൂള് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവം, അതെന്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്നേരം പറഞ്ഞുതരാം. ഓക്കെ, ആക്ച്വലി നമുക്ക് ഈ ഗുഡ് യു എക്സ് ഗുഡ് യു ഐ ഒരുമിച്ചുള്ള എക്സാമ്പിൾസ് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ യൂസറിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, പക്ഷെ ബാഡ് യു ഐ ബാഡ് യു എക്സ് മനസ്സിലാക്കാൻ കാരണം വെച്ചാൽ കോമൺ ആയിട്ട് ആളുകൾക്ക് ഒരു പരാതി ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇത് കൊള്ളാം ബട്ട് ഇത് കൊള്ളത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എക്സാമ്പിൾ എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ഗുഡ് യു ഐ ആൻഡ് ഗുഡ് യു എക്സിന് എക്സാമ്പിൾ എടുക്കാൻ പാടാണ്, കാരണം ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ടാസ്കുകളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ തന്നെ ടാസ്കുകൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആളുകൾ ആ ആപ്ലിക്കേഷൻസ് ഇഷ്ടപ്പെടും. പിന്നെ അത് സ്മൂത്ത് ആണെങ്കിൽ, നല്ല യൂസർ ഇന്റർഫേസ് ആണെങ്കിൽ ആളുകൾ അത് റെക്കമെൻഡ് ചെയ്യും മറ്റുള്ളവർക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത്. എല്ലാവർക്കും മനസ്സിലാവുന്നില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആള് അയാൾക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് മോശമാണെങ്കിൽ അതിൽ 70% ആളുകളും സംഭവം നിർത്തും, യൂസ് ചെയ്തിരിക്കും. ആൻഡ് ഇങ്ങനെ യൂസ് ചെയ്ത് പോകുന്നവരിൽ 88% പേര് തിരിച്ചു വരത്തില്ല, വിച്ച് ഇസ് ലൈക്ക് എ ലോസ് ഫോർ ദ ബ്രാൻഡ്. നിങ്ങളൊരു സാധനം ഡിസൈൻ ചെയ്തു, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ആപ്ലിക്കേഷന്റെ എക്സ്പീരിയൻസ് മോശമാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് 70% ഓഫ് യൂസേഴ്സിനെ പോയി. നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുന്ന 70% ഓഫ് യൂസേഴ്സിനെ പോയി. അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. സ്പോട്ടിഫൈ ഇസ് ഓൾസോ ഗുഡ് എക്സാമ്പിൾ. ഓക്കെ, അതുപോലെ തന്നെ യു ഐ എക്സ് ഇമ്പോർട്ടന്റ് ആവുന്നതിന് മറ്റൊരു റീസൺ ആണ് ഇത്. ഒരു കുറച്ചുകൂടെ ഫൈനാൻഷ്യലി ഒരു ബിസിനസ് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എവരി ഡോളർ യൂസിങ് ഇൻ യു എക്സ്, ഒരു യു എക്സിന് വേണ്ടി ഒരു കമ്പനി യൂസ് ചെയ്യുന്ന ഓരോ ഡോളറിന് $100 അല്ലെങ്കിൽ 100 ഇരട്ടി റിട്ടേൺ കിട്ടുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും പറയുന്നത് ഫോർ എവരി സിംഗിൾ ഡോളർ യൂസ്ഡ് ഇൻ യു എക്സ് എക്സ്പെൻഡ് ഇൻ യു എക്സ് അത് 100 ഇരട്ടി സാധനം തിരിച്ചു കിട്ടുന്നുണ്ട്, 1000 എമൗണ്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. സോ എവരി ബ്രാൻഡ് ഷുഡ്, അല്ലെങ്കിൽ എവരി സിംഗിൾ പ്രോഡക്റ്റ് ഷുഡ് ഇൻവെസ്റ്റ് ഇൻ യു എക്സ് ഓർ വർക്ക് ഓൺ യു എക്സ്. ഓക്കെ, അടുത്തത് എന്തുകൊണ്ടാണ് യു ഐ യു എക്സ് ഇമ്പോർട്ടന്റ് ആവുന്നതിന് മറ്റൊരു റീസൺ ആണ്, ഈ യു ഐ യു എക്സ് ആദ്യമേ സെറ്റ് ചെയ്യണം. നമ്മൾ ആ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സാധനമാണ് യൂസർ എക്സ്പീരിയൻസ്, യു ഐ യു എക്സ് എന്ന് പറയുന്നത്. സംഭവമൊക്കെ നമുക്ക് ആദ്യം സാധനം ഡെവലപ്പ് ചെയ്ത് വെക്കാം, അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം, അവസാനം പോയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കാന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു വീട് പണിഞ്ഞു കഴിഞ്ഞിട്ട് ആ വീടിന്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാണ്ട് വീടെല്ലാം പണിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പോയിട്ട് എന്റെ ഫൗണ്ടേഷന്റെ വിള്ളലുണ്ടോ, അതിന്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ എന്ന് പോയിട്ട് നോക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സോ അന്നേരത്തിന് വീട് കൊളാപ്സ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ഫ്യൂച്ചർ. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നടന്നു പോകും. ഓക്കെ, ഇനി ഇപ്പൊ മോസ്റ്റ്ലി നിങ്ങൾക്കുള്ള ഒരു സംഭവമായിരിക്കും, കുറെ നേരമായിട്ട് ഈ യു ഐ എക്സ് ഇമ്പോർട്ടന്റ് ആണ്, യു ഐ എക്സ് അതാണ് ഇതാണ്. റെനോവേഷൻ പിന്നീട് എക്സ്പെൻസീവ് ആണല്ലോ. ഓക്കെ, അപ്പം
നമുക്ക് പ്രൈസ് കുറയ്ക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കൂടെ, അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള കാര്യം കൂടെ ഉണ്ടല്ലോ, വാട്ടെവർ ഇറ്റ് ഈസ്. അപ്പം കൈൻഡ് ഓഫ് അത് ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ ചില വീഡിയോകൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടിരത്തില്ലേ, ഇറ്റ് വിൽ ഹാപ്പൻ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഡിസൈൻ പ്രോസസ്സ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് UI UX ഡിസൈനിങ്ങിന്റെ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഈ പ്രോസസ്സിൽ എന്തൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മനസ്സിലാകത്തുള്ളൂ. പ്രധാനമായിട്ടുള്ള ഒരു യൂസർ, ഇനിയിപ്പോ പറയാൻ പോകുന്ന കുറച്ച് യൂസർ ഇന്റർഫേസ് പ്രിൻസിപ്പിൾസ് ആണ്. യൂസർ ഇന്റർഫേസ് പ്രിൻസിപ്പിൾസിൽ ബേസിക് ആയിട്ടുള്ള സാധനമാണ് ഹാർമണി. ലൈക്ക് ക്ലീൻ ആയിരിക്കണം, ആവശ്യമില്ലാണ്ട് കുറെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട് ഒരു സ്ക്രീനിൽ മൊത്തം നിറച്ച് കുറെ ഐക്കൺസും കുറെ സാധനങ്ങളെല്ലാം കൂടെ വാരി വലിച്ചിട്ട് ആളുകൾ കംപ്ലീറ്റ്ലി മെസ്സി ആയിട്ട് തോന്നരുത്. ഷുഡ് ബി സിമ്പിൾ, ഷുഡ് ബി മിനിമൽ, ഷുഡ് ബി ക്ലീൻ, ഇന്റൻഷനലി അല്ലെങ്കിൽ. ഓക്കെ, അടുത്തത് കൺസിസ്റ്റൻസി. ബട്ടണുകൾ പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐക്കണുകൾ പോലുള്ള സാധനം ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എല്ലാ സ്ക്രീനിലും എല്ലാ പേജുകളിലും ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. ഒരു കൺസിസ്റ്റന്റ് സ്കീം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈല്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഷേപ്പിങ് ഇതെല്ലാം ഉണ്ടായിരിക്കണം. അടുത്തത് സ്പേസിങ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്പേസ് UI കൊടുക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഒരു ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഡിസൈൻ ചെയ്യുമ്പോൾ. കാരണം ലൈക്ക് അല്ലെങ്കിൽ ആളുകൾ ഡിസ്ട്രാക്റ്റഡ് ആവും, ആളുകളുടെ ഫോക്കസ് പോകും, ആളുകൾക്ക് എവിടെ നോക്കണം അല്ലെങ്കിൽ എഫോർട്ട്ലെസ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അത്യാവശ്യം ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. അത് ഇത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ UI UX പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ, ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ദിസ് സ്പേസിങ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. നമുക്ക് കുറെ ഫീച്ചേഴ്സ് കൊടുക്കണം, ഇതിനകത്ത് കുറെ സാധനങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓർത്തിട്ട് എല്ലാം കൂടെ ക്രൗഡ് ചെയ്ത് വെക്കരുത്. സ്പേസ് ചെയ്യണം, പല പാർട്ടുകളായിട്ട് തിരിക്കണം, പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു യൂസർ ഇന്റർഫേസിലെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് റീഡബിലിറ്റി. ഫോണ്ടുകൾ പ്രോപ്പർലി റീഡബിൾ ആയിരിക്കണം. ആവശ്യമില്ലാണ്ട് സ്പേസ് കൂടുതൽ, ആവശ്യമില്ലാണ്ട് സ്പേസ് കുറവ്, കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല, വൃത്തികേടായിട്ടുള്ള ഫോണ്ട്. ആളുകൾക്ക് എഫോർട്ട്ലെസ് ആയിട്ട് ആപ്ലിക്കേഷനിലുള്ള വെബ്സൈറ്റിലുള്ള ടെക്സ്റ്റുകൾ വായിക്കാൻ പറ്റണം. ലൈക്ക് അവർക്ക് ഇതും ഒരു ഫോക്കസ് കൊടുക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നല്ല റീഡബിൾ ആയിരിക്കണം അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റുകൾ, ഫോണ്ടുകളൊക്കെ. കളർ ചോയ്സസ് കിടിലമായിരിക്കണം. അവർക്ക് അവരുടെ ഇമോഷൻ അനുസരിച്ച്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ആത്മഹത്യ ചെയ്യുന്നവർക്ക്, ഡിപ്രഷൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഡിപ്രഷൻ മാറ്റാനുള്ള ഒരു ആപ്ലിക്കേഷനിൽ ചുമന്ന കളറ്, കുറെ കടുത്ത സാധനങ്ങള്, കുറെ ഡെഡ്ലി ആയിട്ടുള്ള ഇമോജീസ് ഒക്കെ കൊടുത്ത് വിയേർഡായിട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവർ കയറും, അവർക്ക് പ്രാന്ത് പിടിച്ച് അവർ അത് കണ്ടിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യും. അപ്പം ലൈക്ക് അവരുടെ ആളുകളുടെ ഇമോഷൻ അനുസരിച്ച് എന്ത് യൂസിനാണ് യൂസ് ചെയ്യുന്നത്, എന്ത് കാറ്റഗറി ഓഫ് ആളുകളാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട്, കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് കളർഫുൾ ആയിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അപ്പം അതുപോലുള്ള കുറെ കാര്യങ്ങൾ ചിന്തിക്കണം. എന്ത് ഇമോഷൻ അനുസരിച്ചാണ് അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് വേണം ഇന്റൻഷണൽ ആയിട്ടുള്ള കളേഴ്സ് വേണം ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ. പിന്നീടുള്ളതാണ് അലൈൻമെന്റ്. പ്രോപ്പർ ആയിട്ടുള്ള അലൈൻമെന്റ് ഉണ്ടായിരിക്കണം. കാരണം ആളുകൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്. ഈ വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ കൂടുതൽ, നമ്മുടെ ഡിസൈനേഴ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന സാധനമാണ് ഒരു സെഡ് പാറ്റേൺ എന്ന് പറയും. അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ്, ഇങ്ങനെയായിരിക്കും നമ്മൾ കുറെ ആപ്ലിക്കേഷൻസ്, മിക്ക ആപ്ലിക്കേഷൻസ് അങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. പ്രൊഫഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതിനുള്ള കാരണം, വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള കാരണം വെച്ചാൽ ആളുകൾ റീഡ് ചെയ്യുന്ന രീതി ഏതാണ്, ആൻഡ് ഇറ്റ്സ് എ പ്രോപ്പർ അലൈൻമെന്റ്. ലെഫ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള അലൈൻമെന്റ് ഓരോ കാറ്റഗറിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അലൈൻമെന്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ഡിസ്ട്രാക്ഷൻലെസ് എക്സ്പീരിയൻസ്. പിന്നീട് വരുന്നതാണ് ഫീഡ്ബാക്ക്. അതായത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തു എന്ന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് അതിനെ നിങ്ങൾക്കാണെങ്കിൽ സ്റ്റോക്ക് ആഡ് ചെയ്യാം, അതിനെ ഒപ്പാക്ട് ആക്കാം, സൗണ്ട് കൊടുക്കാം. ഈ ഫോണിലൊക്കെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇല്ലേ, അതുപോലെ തന്നെ സൗണ്ട്, ടാപ്പിംഗ് സൗണ്ട്, ഇങ്ങനെയുള്ള ഈ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം ആളുകൾക്ക് കൺഫ്യൂഷൻ കുറയും. സംഭവം അവർ ഉദ്ദേശിച്ച കാര്യം നടന്നോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കുറയും. ആക്ഷൻ വർക്ക് ചെയ്തു എന്നവരെ മനസ്സിലാക്കാനായിട്ട് ഫീഡ്ബാക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് വരുന്നതാണ് ഫെമിലിയാരിറ്റി. അതായത് ഇതൊരു ആക്ച്വലി വളരെ തിയോറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് മറ്റൊരു ആപ്ലിക്കേഷനിൽ നിന്ന് പുതിയൊരു ആപ്ലിക്കേഷനിലോട്ട് അല്ലെങ്കിൽ പുതിയൊരു വെബ്സൈറ്റിലോട്ട്, പുതിയൊരു പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നവര് പഴയ ആപ്ലിക്കേഷനിൽ ഇഷ്ടപ്പെട്ടിരുന്ന, പഴയ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്ന സെയിം സംഭവങ്ങൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു ബാഡ് യൂസർ എക്സ്പീരിയൻസ് ആണെന്ന് മാത്രമല്ല, അവരത് ക്വിറ്റ് ചെയ്തിട്ട് പോകും. അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല സംഭവം ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ നാവിഗേഷൻ ബാർ അടിയിലിരിക്കുന്നത്. അതിലേക്ക് മിക്കതിന്റെ ഫ്ലോ ഒരുപോലെ ഒരേ സ്ഥലത്തായിരിക്കും. പ്രൊഫൈൽ പേജ് ഇരിക്കുന്നത്, ഓർഡർ പേജ് ഇരിക്കുന്നത്,
ലൈക്ക് ദേ ഓൾ വർക്ക് ലൈക്ക്. സോ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെമിലിയാരിറ്റിയാണ്. ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് അതേ സെയിം എക്സ്പീരിയൻസ് മറ്റൊരിടത്ത് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നീടുള്ളതാണ് എഫിഷ്യൻസി. അതായത് കുറച്ച് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കണം. നമ്മളുടെ ഫോണുകളിലെ ബട്ടണുകൾ മാറ്റിയിട്ട് ആളുകൾക്ക് ഇപ്പം ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് സ്വൈപ്പ് ആൻഡ് അങ്ങനത്തെ കൺട്രോളുകളില്ലേ, സ്വൈപ്പ് കൺട്രോൾസ് ഇല്ലേ, അതൊക്കെ വന്നാൽ ഈ എഫിഷ്യൻസി ബിൽഡ് ചെയ്യാനായിട്ടാണ്. സ്മാർട്ടായിട്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് കീബോർഡ് ഒക്കെ വന്നതിൻ്റെ റീസൺ അതാണ്. ആളുകൾക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിൾ റൈറ്റ് ലൈക്ക് ഡു. സോ അതാണ്. പിന്നീടുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി. ആളുകൾക്ക് ഈ ആപ്ലിക്കേഷൻ ഈ യൂസ് ചെയ്യുന്ന സാധനം എന്റെ കൺട്രോളിലാണെന്ന് തോന്നണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കളർ തീമുകൾ എഡിറ്റ് ചെയ്യാനുള്ളത്, ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ ഭാഗമാണ്. എത്രമാത്രം ഫ്ലെക്സിബിൾ ആയിരിക്കണം, ആളുകൾക്ക് ഇത് മൊത്തത്തിൽ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്ലെക്സിബിലിറ്റി. പിന്നീടാണ് ആക്സസിബിലിറ്റി. ആക്സസിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ലൈക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് കാണാൻ പറ്റാത്തവർക്ക്, കളർ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ആപ്ലിക്കേഷനിൽ പറ്റുമെങ്കിൽ ആഡ് ചെയ്യണം, മാക്സിമം ആഡ് ചെയ്യാൻ വേണം. സോ ഈ ഫീഡ്ബാക്ക് പോലുള്ള സംഭവങ്ങളെല്ലാം ഈ ആക്സസിബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി യൂസർ ഇന്റർഫേസ് ഡിസൈൻ പ്രിൻസിപ്പിൾസ്. പഠനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൺഫ്യൂഷൻ ആക്കുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ദാറ്റ്സ് ലൈക്ക് ബാഡ് യൂസർ എക്സ്പീരിയൻസ്. എസെൻഷ്യലി ദാറ്റ്സ് ഓൾസോ ബാഡ് യൂസർ ഇന്റർഫേസ്. കാരണം കൺസിസ്റ്റൻസിയുടെ പ്രശ്നമാണത്. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണത്. അടുത്താണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്. സോ ആക്ച്വലി ഈ യൂസർ ഇന്റർഫേസിലെ കുറെ പ്രിൻസിപ്പിൾസ് യൂസർ എക്സ്പീരിയൻസിനും വരും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, യൂസർ എക്സ്പീരിയൻസിന്റെ പാർട്ടാണ് യൂസർ ഇന്റർഫേസ്. യൂസർ എക്സ്പീരിയൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എമ്പതി. വൈ? ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂസറാണ് നമ്മളുടെ ഫോക്കസ്. യൂസറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്യുന്നത് യൂസറിന് വേണ്ടിയിട്ടാണ്. അപ്പം അവനെന്താണ് ആവശ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണേ. അവിടെയാണ് എമ്പതി വർക്ക് ചെയ്യുന്നത്. അവരുടെ നീഡ് എന്താണ്, അവരുടെ എന്ത് ഇമോഷനാണ് അവർ ചെയ്യുന്നത്, അവരുടെ ചലഞ്ച് എന്താണെന്ന് മനസ്സിലാക്കണം. ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഈ ഇതിൽ ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഹെയിൻസ് എന്ന ഇപ്പൊ മിക്ക സോസ് പോലുള്ള സോസ് കെച്ചപ്പൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളും കമ്പനികളും ചെയ്യുന്ന രീതിയാണ് ലൈക്ക് അവരുടെ ആ ഒരു ബോട്ടിന്റെ രീതി മാറ്റി. ആളുകൾ നമ്മൾ നേരെ തലതിരിച്ച് പിടിച്ച് പ്രസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് കെച്ചപ്പ് വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ലൈക്ക് ഇതുപോലത്തെ ഒരു ഡിസൈനിലോട്ട് അത് കൺവേർട്ട് ചെയ്തു. ചെറിയൊരു ഹോളെല്ലാം വെച്ച് ആവശ്യത്തിന് മാത്രം ഞെക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലോട്ട് അവരത് കൺവേർട്ട് ചെയ്തു. സോ ദിസ് ഈസ് അബൌട്ട് എമ്പതി. അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ ചലഞ്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തു. ദിസ് ഷുഡ് വർക്ക് വിത്ത് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ടു ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിലും. ആദ്യം ഒരു ഫ്ലോ സെറ്റ് ചെയ്ത് വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ആളുകള് തുടക്കം തൊട്ട് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുമ്പോൾ തൊട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യണം എന്ന് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്ക് അതിനെ ബേസ് ചെയ്ത് സ്ക്രീനും സംഭവങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആള് അതെങ്ങനെ പോകണം, ആദ്യം ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുന്നയാള് ഓൺബോർഡിങ് ഉണ്ട് അവിടെ, പിന്നെ സൈൻ അപ്പ് ചെയ്യണം അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഹോം സ്ക്രീൻ ഉണ്ടാവണം, ഹോം സ്ക്രീനിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ഓപ്ഷൻസിലോട്ട് പോകണം, കാർട്ടിലോട്ട് പോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ ഓർഡർ പേജിലോട്ട് പോകുന്നു. ഇറ്റ്സ് എ ഫ്ലോ. ആ ഫ്ലോ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ അനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. പിന്നീടുള്ളതാണ് കോണ്ടെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കളർ സ്കീം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഏത് ഇമോഷൻ അനുസരിച്ചാണെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. അതായത് മൊബൈലിലെ UI PC വർക്ക് ആവത്തില്ല, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കടുത്ത കളേഴ്സ് പറ്റത്തില്ല. അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. പിന്നീട് എന്താണ് അവരുടെ എൻവയോൺമെന്റ്, എന്ത് തരത്തിലുള്ള എൻവയോൺമെന്റിലാണ് അവിടെ ഉള്ളത് എന്നനുസരിച്ച് വേണം സംഭവം ചെയ്യാൻ. പിന്നെ ലൈക്ക് ഒരു ചെക്ക്ഔട്ട് പേജ്, ഇപ്പൊ ഞാൻ ഈ ഒരു ഇമേജിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെക്ക്ഔട്ട് റെഡി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫീലിംഗ് ഗുഡ്, അവർക്കൊരു ഗുഡ് ഫീലിംഗ് കിട്ടുന്നില്ല. അപ്പം അത് യൂസ് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ഫീലിംഗിനനുസരിച്ച്, ഇമോഷൻസിനനുസരിച്ച്, ആ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. പിന്നീട് അടുത്താണ് കൺട്രോൾസ്. പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോൾ സെറ്റ് ചെയ്തെടുക്കണം. ആളുകൾക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റണം. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന, നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും വിശ്വസിക്കാൻ പറ്റണം. അതായത് നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്യുന്നു, ആമസോണിൽ പോയിട്ട് സാധനം ഓർഡർ ചെയ്യുന്നു, സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ഓർഡേഴ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്തിട്ട് ഓർഡേഴ്സ് ആദ്യം തൊട്ട് നിങ്ങൾ ആഡ് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരിക്കും അവസ്ഥ? ആ രീതിയിൽ അങ്ങനത്തെ തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ആളുകൾക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. തിരിച്ചു പോയിട്ട് അവർക്ക് ലൈക്ക് ബാക്ക്
എസെൻഷ്യലി എല്ലായിടത്തും ബാക്ക് ബട്ടൺസ്, പ്രീവിയസ് ഓപ്ഷനിലോട്ട് പോയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അവർ ഓൾറെഡി ചെയ്ത ചേഞ്ചസ് വേണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു കൺട്രോൾ ഫീൽ കിട്ടും. ഇറ്റ്സ് ലൈക്ക് അവർക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈങ് ആയിരിക്കും, കുറച്ച് നേരം കൂടെ ആപ്പിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും. ഓക്കെ, പിന്നീടുള്ളതാണ് പാറ്റേൺ. പാറ്റേൺ ഇസ് എസെൻഷ്യലി ലൈക്ക് കൺസിസ്റ്റൻസി. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക്. പിന്നെയുള്ളതാണ് ഈസ്, അതായത് ഒരു ടാസ്ക് ചെയ്യാൻ പോകുന്ന ആൾക്ക്, ഒരു സാധനം ഓർഡർ ചെയ്യാൻ പോകുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്ന ആൾക്ക് അതിന്റെ ഇടയ്ക്ക് അനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും, അവർക്ക് സംഭവം ചെയ്യാൻ തോന്നത്തില്ല. അപ്പം ആ ഒരു യൂസർ ഫ്ലോയിൽ ഈസിനെസ് ഉണ്ടാക്കണം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ മെസ്സപ്പ് ആക്കാണ്ടിരിക്കുക. ഓക്കെ, പിന്നീടുള്ളതാണ് ഗൈഡൻസ്. ഐക്കണുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ലേബൽ കൊടുക്കണം, ബട്ടണുകളിൽ ലേബൽ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകത്തില്ല എന്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെക്കൗട്ട് പേജിൽ ചെക്കൗട്ട് ബട്ടണെ കൊണ്ടുപോയിട്ട് ഒരു ടിക്ക് മാർക്ക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യാനാണോ ഇത് പരിപാടി, അതോ പേയ്മെന്റിലോട്ട് പോകാനാണോ എന്ന് ആളുകൾക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പൊ അവിടെ കൊടുക്കുക ബുക്ക് നൗ, അല്ലെങ്കിൽ ചെക്കൗട്ട്, അല്ലെങ്കിൽ പേ. എസെൻഷ്യലി പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾക്ക് ഗൈഡൻസിനുള്ള രീതിയിലുള്ള എലമെന്റുകൾ യൂസർ ഇന്റർഫേസിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസിൽ എന്ത് സംഭവത്തിലുണ്ടായിരിക്കണം. ഐക്കളുകൾ പോലുള്ള സാധനങ്ങളിലെല്ലാം ആളുകൾക്ക് ഗൈഡ് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ മറ്റേ എന്താ പറയാ, ഐക്കണുകളിൽ ഹവർ ചെയ്യുമ്പം ഒരു സംഭവം പൊങ്ങി വരത്തില്ലേ, യുനോ, അതിനകത്ത് പേര് പറയും. സോ ഓൾ ദീസ് സ്റ്റഫ് ആർ ഗൈഡൻസ്. ഓക്കെ, പിന്നീടുള്ളതാണ് പ്രിവെൻഷൻ. പ്രിവെന്റീവ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് പാസ്വേഡുകൾക്ക് ഇത്ര ക്യാരക്ടേഴ്സേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ലെറ്റേഴ്സേ പറ്റത്തുള്ളൂ, യൂസർ നെയിമില് അണ്ടർ സ്പേസ് പാടില്ല. ഇങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ആദ്യം കൊടുക്കുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സംഭവം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ മെനക്കെടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ആളുകൾ അത് എൻ്റർ ചെയ്ത് പിന്നെ ആപ്ലിക്കേഷന്റെ ബാക്ക് എൻഡിലോട്ട് വരുമ്പം അവർക്ക് ഇതൊരു പ്രശ്നമാകാൻ പാടില്ല. സോ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പ്രിവെന്റീവ് മെത്തഡുകൾ സെറ്റ് ചെയ്ത് വെക്കുക, ഡിസൈനിങ് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് കൺട്രോൾസ് വിയേഡ് ആണെങ്കിൽ, ബട്ടണുകൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ചെക്കൗട്ട് പേജ് അവരുടെ ടാസ്കുകൾ ഒരു 500 സ്റ്റെപ്പുകൾ ചെയ്താലേ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ ഇറ്റ്സ് എ ബാഡ് യു എക്സ്. യു എക്സ് ഇസ് നത്തിങ് വിസിബിൾ. ഒരു യൂസർ ഇന്റർഫേസ് വരെ കാണാൻ കൊള്ളാവുന്ന സാധനമൊന്നുമല്ല. എസെൻഷ്യലി ഹൗ ഇറ്റ് ഫീൽസ്, ആളുകൾക്ക് അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കുന്ന സാധനമാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിന്റെ പ്രോസസ്സിലോട്ടാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് നമ്മളൊരു പ്രോഡക്റ്റിലോട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റിലോട്ട് വരുന്നത്, ഒരു ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പ്രോബ്ലം മനസ്സിലാക്കുമ്പോഴാണ്. ഇറ്റ്സ് അബൌട്ട് ദ അണ്ടർസ്റ്റാൻഡ് ഫേസ്. ഒരു യു എക്സ് ഡിസൈനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് മനസ്സിലാക്കുക. അതിനുവേണ്ടിട്ട് ഇപ്പൊ യു എക്സ് ഡിസൈനിങ് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോവാണെങ്കിൽ അതിന്റെ അകത്ത് പറയുന്ന സംഭവം റിസർച്ച്, പല ടൈപ്പ് ഓഫ് റിസർച്ചുകളുണ്ട്. നമ്മള് എന്താണ് ലൈക്ക് ഫോമുകൾ കൊടുത്ത് അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് റിസർച്ചുകൾ നടത്തും, ഇന്റർവ്യൂസ് നടത്തും, അല്ലെങ്കിൽ നമ്മള് ആളുകളുടെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഫീൽഡ് പോയിട്ട് പഠിക്കും. ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യു എക്സ് ഡിസൈനിങ്. യു എക്സ് ഡിസൈനിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്താണ് അവരുടെ ഫ്രസ്ട്രേഷൻ, എന്താണ് അവരുടെ ഗോള്, എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ഫേസ്. പിന്നീട് ഡിഫൈൻ ചെയ്യുക, ഇനി എന്താണ് നമുക്ക് ഇതിലൂടെ കൊടുക്കേണ്ടത്, ഈ നമുക്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലായി, എന്ത് സൊല്യൂഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുക. ആമസോൺ അല്ലെങ്കിൽ പോലുള്ള ഡെലിവറി ആപ്ലിക്കേഷൻസ് അവർ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക ആളുകൾക്ക് കടയിൽ പോയിട്ട് സാധനം മേടിക്കണം, അതാണ് അവരുടെ പ്രോബ്ലം. അവർക്ക് ട്രാവൽ ചെയ്യണം, അപ്പൊ വീട്ടിലിരുന്ന് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പഴിയൊപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് എ സൊല്യൂഷൻ. അവരാദ്യം പ്രോബ്ലം മനസ്സിലാക്കി, പ്രോബ്ലം മനസ്സിലാക്കിയതിനു ശേഷം അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ദാറ്റ് ഇസ് എ ഫേസ് ഓഫ് ഡിഫൈനിങ്. പിന്നീട് നടക്കുന്നതാണ് അനലൈസ്. അതായത് ഈ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചപ്പോഴും വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ചെയ്ത സൊല്യൂഷൻ വേറെ ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, വേറെ കുറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അവരിത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ അവരുടെ മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചും അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളെ കുറിച്ചും പഠിക്കുക. അവർ ചെയ്യുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പെയിൻ പോയിന്റ് ഉണ്ടോ, അതിനെക്കുറിച്ചുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതും കൂടെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. നമ്മളുടെ പ്രോഡക്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതാണ് അനലൈസ് പീസ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുന്നു, പിന്നീട് അനലൈസ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പിന്നീടുള്ളതാണ് സ്കെച്ചിങ്. അതായത് എസെൻഷ്യലി നിങ്ങളുടെ മൈൻഡിലോട്ട് ആദ്യമായിട്ട് വരുന്ന ഐഡിയാസ് ഒരു പേപ്പറിലോ എവിടെയെങ്കിലും ആയിട്ട് സ്ക്രാച്ച് ചെയ്യുക, വരച്ചു വെക്കുക, സ്ക്രാച്ച് ചെയ്ത് വെക്കുക. വേറെ കുറച്ച് ഐഡിയാസ് വെറുതെ കുത്തിക്കുറിച്ച് വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ബ്രാൻഡിങ് ചെയ്യുന്നതാണ്. ബ്രാൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഗൈഡ്, ഒരു ഗ്രിഡ് ബുക്ക് എന്ന് പറയും.
നമ്മൾ ആദ്യമേ ആപ്ലിക്കേഷൻ പോയിട്ട് ഒരു ലോഗോ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുന്നതിന് വേണം ഇതുപോലെ ഒരു ഗ്രിഡ് ബുക്ക് യൂസ് ചെയ്യും. ഗ്രിഡ് ബുക്ക് യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ വരച്ചു നോക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നമ്മളിപ്പം പറഞ്ഞ നിങ്ങളിപ്പം വാച്ച് ചെയ്യുന്ന ഈ ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലോഗോ ചുമ്മാ ഇവിടെ കുത്തിക്കുറിച്ച് വരച്ചു നോക്കിയതാ ആദ്യം. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു ബുക്ക് യൂസ് ചെയ്യും. ഇതിനകത്ത് കുത്തിക്കുറിച്ച് നോക്കും, കുറെ വരച്ചു നോക്കും. ചിലപ്പോൾ 2-3-4 പേജസ് സാധനങ്ങൾ വരയ്ക്കും, കുറെ ഐഡിയാസ് ഉണ്ടാക്കും, ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നോക്കും, അവിടുന്ന് കുറെ ഐഡിയാസ് എഴുതി വെക്കും. നമ്മൾ ChatGPT ചോദിക്കുക, ഇവിടുന്ന് കുറെ സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ആദ്യമായിട്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ദ സ്പേസ് ഓഫ് സ്കെച്ചിങ്. പിന്നീട് നടക്കുന്ന വയർ ഫ്രെയിമിങ്. വയർ ഫ്രെയിമിങ്ങിൽ ഏകദേശം ഈ സാധനം എങ്ങനെയൊക്കെ ഇരിക്കണം, കളറല്ല, ടെക്സ്റ്റ് അല്ല, ഐക്കണുകളൊന്നുമില്ല, എന്നാലും ഒരു ഏകദേശം ലുക്ക് എന്തായിരിക്കണം, എവിടെയൊക്കെ സാധനങ്ങൾ വെക്കണം, ഇമേജ് അവിടെ കൊണ്ടുപോയി വെക്കണം, ബാക്കിയുള്ള ഐക്കണുകൾ അവിടെ കൊണ്ടുപോയി വെക്കണം, എത്ര വലിപ്പത്തിൽ ടെക്സ്റ്റ് കിടക്കണം, എന്തോരം ഭാഗം ഈ ടെക്സ്റ്റ് കവർ ചെയ്യണം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കുന്ന രീതിയാണ് വയർ ഫ്രെയിമിങ്. ഈ ഒരു വയർ ഫ്രെയിമിങ് ഫേസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ ലേ ഔട്ട്, നാവിഗേഷൻ, ഫംഗ്ഷനാലിറ്റി, ഈ സാധനങ്ങളെല്ലാം ആദ്യം തന്നെ സെറ്റ് ചെയ്യാൻ ഇറ്റ്സ് ലൈക്ക് എ സ്കെലട്ടൺ. ഒരു സാധനം പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിനുള്ള ഈ PPT വേണമെങ്കിൽ ഇത് ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്നത് ഫിഗ്മ എന്ന് പറഞ്ഞൊരു ടൂളിലാണ്. ഈ ഫിഗ്മയിലോട്ടുള്ള ഒരു ഇത് ഞാൻ ഇതിന്റെ ഒരു സംഭവം ഞാൻ എക്സ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു വയർ ഫ്രെയിമിംഗ് ഫേസ് ആദ്യം തന്നെ നിങ്ങൾ ഒരു സ്കെലട്ടൺ സെറ്റ് ചെയ്ത് നോക്കി. ഇതുപോലെ ഒരു വയർ ഫ്രെയിമിംഗ്, എസെൻഷ്യലി ദിസ് ഇസ് വയർ ഫ്രെയിമിംഗ് ലുക്ക്. ആ ഒരു ഇമേജ് കാണുന്ന പോലെയാണ് ഒരു വയർ ഫ്രെയിം ഇരിക്കുന്നത്. സോ ഇതുപോലൊരു സാധനം വരച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ചു. പിന്നീട് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്ന സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഇത് ഇവിടെ വെക്കണ്ടായിരുന്നു എന്ന് തോന്നത്തില്ല. ആദ്യം തന്നെ കുറച്ച് വയർ ഫ്രെയിമുകൾ ചുമ്മാ കുത്തിക്കുറിച്ച് വെക്കുക, വരച്ചു നോക്കുക, പേപ്പറിൽ വരച്ചു നോക്കുക. എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ബെറ്റർ ആയിട്ടുള്ള സാധനം സെലക്ട് ചെയ്യുക, പിന്നീട് അത് ഫോളോ ചെയ്യുക. പിന്നീട് കിടക്കുന്ന ഫേസ് ആണ് മോക്കപ്പ്. ഇവിടെയാണ് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത്, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുന്നത്, ഐക്കണുകൾ ആഡ് ചെയ്യുന്നത്, ഇമേജുകൾ ആഡ് ചെയ്യുന്നത്, സ്റ്റൈലുകൾ ആഡ് ചെയ്യുന്നത്, സ്പേസ് ആഡ് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് മോക്കപ്പ് ഫേസിലാണ്. മോക്കപ്പ് ഫേസിലാണ് ഇവിടെ ഈ പോയിന്റിൽ നിന്ന് മാത്രമേ നമ്മൾ കളറുകൾ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യാൻ പാടുള്ളൂ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് തന്നെ ഇതെല്ലാം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. മാത്രമല്ല എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാകത്തില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെയൊക്കെ വെക്കണം നമുക്ക് ഐഡിയ ഉണ്ടാകത്തില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഫോക്കസ് ഉണ്ടാവും. സോ ഈ മോക്കപ്പ് സ്റ്റേജിലാണ് നമ്മൾ കളറുകൾ, ഫോണ്ടുകൾ പോലുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. സ്കെലട്ടൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കളറുകൾ സാധനങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് പോകുന്നതാണ് പ്രോട്ടോടൈപ്പിംഗ്. പ്രോട്ടോടൈപ്പിംഗ് ഫീൽഡിൽ നമ്മൾ ചെയ്യുന്നത് ഈ സ്ക്രീനിൽ ഈ ബട്ടണെ ക്ലിക്ക് ചെയ്തേ എങ്ങോട്ട് പോകും, ഇന്ന മറ്റൊരു ബട്ടണെ ക്ലിക്ക് ചെയ്ത് ഏത് സൈഡിലോട്ട് വരും, അല്ലെങ്കിൽ ഈ ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കും, ഇതെല്ലാം പ്രോട്ടോടൈപ്പിംഗ് ഫേസ് ആണ്. ഈ സ്റ്റൈല് സെറ്റ് ചെയ്ത് മോക്കപ്പ് ബിൽഡ് ചെയ്ത് ഒരു സ്റ്റൈലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പിന്നെ പ്രോട്ടോടൈപ്പ് ഫേസിൽ നടക്കുന്നത്. അതായത് ഇന്ററാക്ഷൻ എന്ത് വേണം, ഈ ആപ്ലിക്കേഷൻ ഏകദേശം ഏത് രൂപത്തിലിരിക്കണം, ഇപ്പം കാർട്ടെ ക്ലിക്ക് ചെയ്ത് എങ്ങോട്ട് പോകണം, കാർട്ടിനിൽ ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് പ്രോട്ടോടൈപ്പിംഗ് ഫേസിലാണ്. പിന്നീട് നടക്കുന്നതാണ് ടെസ്റ്റിങ്. അതായത് പ്രോട്ടോടൈപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് സാധനം ഡെവലപ്പറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക, ഡെവലപ്പിംഗ് ചെയ്ത് പോവല്ലേ എന്ന് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യും. യൂസേഴ്സിന്റെ കൈ കൊടുക്കും, നമ്മുടെ ഫ്രണ്ട്സിന്റെ കൈ കൊടുക്കും, അവരെങ്ങനെ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കും, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മനസ്സിലാക്കും, എവിടെയെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ നമ്മൾ നോക്കും, എന്തെങ്കിലും സാധനം ചെയ്യാൻ അവർ പാടുപെടുന്നുണ്ടോ നോക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ടെസ്റ്റിംഗ് ഫേസിലാണ്. ടെസ്റ്റിംഗ് ഫേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിഫൈൻ ചെയ്യും. ടെസ്റ്റിംഗിൽ നിന്ന് നമുക്ക് കിട്ടിയ ഐഡിയാസ് വെച്ച് നമ്മൾ ആ ആപ്ലിക്കേഷനെ കുറച്ചുകൂടെ ഒന്ന് ലുക്കാക്കും, കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി മാറ്റി അതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം സെറ്റ് ചെയ്യും, ഒന്ന് സിംപ്ലിഫൈ ചെയ്യും, എന്തെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുണ്ടെങ്കിൽ അത് ബെറ്റർ ആക്കും. അതാണ് റിഫൈനിങ് ഫേസ്. റിഫൈനിങ് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി, അതായത് ഡെവലപ്പിംഗിലോട്ട് കൊടുക്കും ഈ സാധനം. അതിനകത്ത് ഡെവലപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസൈൻ വരച്ച് വെച്ചൊരു ലുക്ക് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നേരെ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഡെവലപ്പറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഗൈഡുകൾ, അതായത് എന്തൊക്കെ തരത്തിലുള്ള ടെക്സ്റ്റ് വേണം, എന്തൊക്കെ ഐക്കൺസ് യൂസ് ചെയ്യാം, അതിൽ എന്തെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും സാധനം ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ ഗൈഡ്, അവർക്ക് വേണ്ട അസറ്റുകൾ, ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഡെലിവറി ഫേസിൽ നമ്മൾ ഡെവലപ്പറിന് സാധനം പ്രൊവൈഡ് ചെയ്യും. അവിടെയും തീരുന്നില്ല, ഡെവലപ്പർ സാധനം ഡെവലപ്പ് ചെയ്ത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും UX ഡിസൈനറിന് പിന്നെയും പണിയുണ്ട്. അവർ വീണ്ടും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കും. അതിനനുസരിച്ച് അവർ കുറെ കാര്യങ്ങളും അനലൈസ് ചെയ്ത് ഒരു നോട്ട് ഉണ്ടാക്കി വെക്കും. അവർ ആ പ്രോഡക്റ്റിൽ വീണ്ടും ചേഞ്ചസ് വരുത്തും. അടുത്ത അപ്ഡേറ്റിൽ ഈ സാധനം ഡെവലപ്പറിന് കൊടുത്ത് അവരത് ചേഞ്ച് ചെയ്ത് അത് അപ്ഡേറ്റ് ആയിട്ട് ഇറക്കും. ദാറ്റ്സ് ഹൗ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് വർക്ക്. ഇതുപോലെ കുറെ ഫേസുകളുണ്ട് ഈ ഒരു UX ഡിസൈനിങ്. ആൻഡ് UX ഡിസൈനിങ് ഇസ് ആക്ച്വലി എ ലൂപ്പ്. ഇതൊരു ലൂപ്പാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മളത് പഠിക്കും, അതിൽ റിഫൈനിങ് നടത്തും, വീണ്ടും പഠിക്കും, റിഫൈനിങ് നടത്തും. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ചുമ്മാ ഒരു ടൂൾ ഓപ്പൺ ചെയ്ത് സാധനം ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വിടുന്നു. ദാറ്റ്സ് നോട്ട് ഹൗ UX ഡിസൈനിങ് വർക്ക്. ഓക്കെ, സോ ഇറ്റ്സ് അബൌട്ട് യൂസറിന് എന്താണ് വേണ്ടത്, എത്ര ഈസി ആയിട്ട് അയാൾക്ക് കാര്യങ്ങൾ ചെയ്യാം,
കൺഫ്യൂഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എത്ര സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്. അപ്പം നിലവിലെ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ആ പ്രശ്നത്തെ ഡിഫൈൻ ചെയ്യുക, അടുത്ത സൊല്യൂഷൻ ഡിഫൈൻ ചെയ്യുക. സൊല്യൂഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് അനാലിസിസ് ചെയ്യുക. കോമ്പറ്റീറ്റീവ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയാസ് വരച്ച് നോക്കുക, സ്കെച്ച് ചെയ്യുക, സ്ക്രാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു വയർ ഫ്രെയിം, ഒരു സ്കെലട്ടൺ ഉണ്ടാക്കുക. സ്കെലട്ടൺ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ സ്കെലട്ടണിലെ കളറുകളും ഐക്കണുകളും ടെക്സ്റ്റും എല്ലാം കൊടുത്ത് ഒരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യുക. മോക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ പ്രോട്ടോടൈപ്പുകളാക്കുക. അതിൽ നിന്ന് അതിന് ഇന്ററാക്ഷൻസ്, സ്ക്രീൻ ഫ്ലോസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രോട്ടോടൈപ്പ് ചെയ്യുക. പിന്നീട് നടക്കുന്ന ടെസ്റ്റ്, ആളുകൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യത്തിൽ ടെസ്റ്റ് നടത്തുക. ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് റിഫൈൻ ചെയ്യുക ആപ്ലിക്കേഷൻ. പിന്നീടത്ത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റുകളെല്ലാം വെച്ച് ഡെവലപ്പർക്ക് ഡെലിവർ ചെയ്യുക. അവിടെ നിന്ന് പിന്നീട് ആ ഡെലിവർ ചെയ്ത് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഒരു അനാലിസിസിൽ വീണ്ടും സാധനം റിഫൈൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഹൗ UX ഡിസൈനിങ് വർക്ക്. അതാണ് ഈ UX ഡിസൈനിങ്ങിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ഈ ഒരു സംഭവം നോക്കി കഴിഞ്ഞാൽ ഒരു UX ഡിസൈനിങ്ങിന്റെ ഒരു 10% പറഞ്ഞാൽ ഡിസൈൻ ചെയ്യുക, അതർ 98% പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ഫിക്സ് ചെയ്യുക, പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ഫിക്സ് ചെയ്യുക. ഇറ്റ്സ് എ ലോങ് പ്രോസസ്, ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. സോ ദാറ്റ്സ് അബൌട്ട് ദ UX ഡിസൈനിങ്. ഇനി UX ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ ആൻഡ് സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് നിങ്ങൾ ചോദിച്ചില്ല. അതായത് നല്ല UIക്ക് നല്ല UXന് എക്സാമ്പിൾ എന്താണെന്നാണ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫിഗ്മ, വൺ ഓഫ് ദ ബെസ്റ്റ് UX ഡിസൈനിങ് ടൂൾ എവർ. നിലവിലുള്ളതിലെ ആളുകൾ യൂസ് ചെയ്യുന്നതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് UX ഡിസൈനിങ് ടൂൾ ആണ് ഫിഗ്മ. എന്തുകൊണ്ട്? ഇറ്റ്സ് നല്ല UI ആണ്, നല്ല മോഡേൺ ആയിട്ടുള്ള UI ആണ്. അതിന്റെ ഐക്കൺസ്, അതിന്റെ കളേഴ്സ് എല്ലാം കൊണ്ടും ഫിഗ്മ ഈസ് എ ഇൻട്രസ്റ്റിംഗ് ടൂൾ. മാത്രമല്ല അപ്ഡേറ്റഡ് ആണ്. പഴയ ആപ്ലിക്കേഷൻസിൽ ഉണ്ടായിരുന്ന കുറെ ഫ്ലോസ് ഉണ്ടായിരുന്നു പണ്ടത്തെ ആളുകൾ യൂസ് ചെയ്യുന്ന UX ഡിസൈനിങ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. അതെല്ലാം ഒഴിവാക്കി നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കൊടുത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ആപ്ലിക്കേഷൻ ആണ് ഫിഗ്മ. സോ നിങ്ങളൊരു UX ഡിസൈനിങ്ങിന് ഒരു കിടിലനായിട്ടുള്ള ഒരു ടൂൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ഫിഗ്മ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഫിഗ്മയാണ്. നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു സ്ലൈഡ് അടക്കം ഡിസൈൻ ചെയ്തെടുത്തത് ഫിഗ്മയിലാണ്. കാരണം അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, യുനോ വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. ആളുകൾക്ക് കൊളാബറേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനിടയ്ക്ക് തല്ലുകൂടാം. വേറെ ഡിസൈനറും 2 ഡിസൈനേഴ്സ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ തല്ലുകൂടാം. അവിടെ കിടന്ന് ഒരുത്തൻ കളർ മാറ്റുന്നു, വേറെ കളർ ഇടുന്നു. ലൈക്ക് നിങ്ങൾക്ക് അതിന്റെ അകത്തിരുന്ന് ഡിസ്കഷൻസ് നടത്താം, അതിന്റെ അകത്തിരുന്ന് സംസാരിക്കാം, അവിടെ നിന്ന് ഐഡിയാസ് ഷെയർ ചെയ്യാം, അതിന്റെ അകത്ത് തന്നെ ചേഞ്ചസ് വരുത്താം. ഈ അഡോബ് ഇല്ലുസ്ട്രേറ്റർ, അഡോബിന്റെ മറ്റ് ലൈക്ക് അതുപോലെ ഡിസൈനിങ് ആപ്ലിക്കേഷൻ കണ്ടിട്ടില്ല, ഒരാൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ അകത്ത് വേറെ ആൾക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഐഡിയാസ് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഫിഗ്മയിൽ ഒരു ടീം ബിൽഡ് ചെയ്ത് ഒരു ക്യാൻവാസിൽ തന്നെ മൾട്ടിപ്പിൾ ആളുകൾക്ക് ഒരേ സമയം വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫീച്ചേഴ്സ് എല്ലാം ഫിഗ്മയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് UX ഡിസൈനിങ് ടൂളാണ് ഫിഗ്മ. ഒരുമിച്ച് വർക്ക് ചെയ്യാം, സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, പഠിക്കാൻ എളുപ്പമാണ്. ഒരു 100-500 സംഭവങ്ങൾ നിങ്ങൾക്ക് എന്താ ട്യൂട്ടോറിയൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ആയിട്ട് യൂട്യൂബിലും മറ്റൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇവരുടെ തന്നെ പേജുകളിൽ ഫ്രീ ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ദിസ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് UX ഡിസൈനിങ് ടൂൾ എവർ. ഓക്കെ, ഇത്രയും കിടലായിട്ടുള്ള ടൂൾ അറിയില്ല. പിന്നീടുള്ളതാണ് അഡോബ് XD. ഒരു ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആണ്, പക്ഷെ തുടങ്ങുന്ന ആളുകൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ കുറച്ചു കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഫിഗ്മ പോലെ ഈസി അല്ല, ഫിഗ്മ പോലെ അത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല, അത്രയും ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഒരു കിക്ക് സ്റ്റാർട്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കിടിലൻ UX ഡിസൈനിങ് ആപ്ലിക്കേഷൻ ആണ് അഡോബ് XD. അഡോബ് XD ഫ്രീ അല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഫിഗ്മ ഫ്രീ ആണ്. ഫിഗ്മയില് 2-3 ഫയലുകൾ, 2-3 പ്രോജക്റ്റുകൾ, 2-3 ഒരു ടീമോ എന്തോ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫിഗ്മയുടെ ഒരു ക്യാൻവാസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3-4 പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ ക്യാൻവാസ് ആണ്. അതിൻ്റെ അത് ഇറ്റ്സ് ആക്ച്വലി ആൻ ഇൻഫിനിറ്റി. അതിൻ്റെ ഇൻഫിനിറ്റി പോസിബിലിറ്റികളാണുള്ളത്. അതുകൊണ്ട് ഫിഗ്മ ഫ്രീ ആണ്. അഡോബ് XD ഫ്രീ അല്ല, കുറച്ചുകൂടെ ബേസിക് ആണ്. പക്ഷെ ഫിഗ്മ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഇവിടെയും ചെയ്യാം, ഒരു ഡിസൈനിങ് ടൂൾ ആയിട്ട് ബേസിക്കലി യൂസ് ചെയ്യാം. പിന്നീടുള്ളതാണ് സ്കെച്ച്. ഐപാഡൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സുഖമായിട്ട് UX ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സ്കെച്ച്. പ്രോട്ടോടൈപ്പിങ്ങിന് അത്ര സുഖമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഡിസൈനിങ് വൈസ് നോക്കി കഴിഞ്ഞാൽ സ്കെച്ച് ഒരു കിടിലൻ സാധനമാണ്. അതിനകത്തുള്ള ഫീച്ചർ ഭയങ്കര സ്മൂത്ത് ആണ്. ആ ഫിഗ്മ ക്യാൻവാസ് ഇൻഫിനിറ്റ് ആണെന്ന് പറയത്തില്ല, അതിനൊരു സർട്ടൈൻ ലിമിറ്റ് ഉണ്ട്. ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ് എല്ലാം തോന്നുന്നു, ഞാൻ അത്ര ഇതിലോട്ട് പോയിട്ടില്ല. പക്ഷെ ഇറ്റ്സ് ബിഗ്, നമുക്ക് ഇഷ്ടം പല കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് ഫിഗ്മയുടെ ഒരു ക്യാൻവാസിനകത്തുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സ്കെച്ച് കിടിലമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഫാസ്റ്റ് ആണ്, മിനിമൽ ആണ്,
കുറെ ആളുകൾക്ക് ഐപാഡ് പോലുള്ള ഒരു മാക്കോയസ് ഇതില് ഉള്ളവർക്ക്, ഒരു മാക് എൻവയോൺമെന്റിൽ ഉള്ളവർക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടൂളാണ് സ്കെച്ച്. കിടിലമാണ്, സിമ്പിൾ ആണ്, ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള സാധനമാണ് സ്കെച്ച്. പിന്നെ ഉള്ളതാണ് പവർ പോയിന്റ്. യു മൈറ്റ് ബി തിങ്കിങ് ലൈക്ക് ഇതെന്തോ പവർ പോയിന്റ് UX ഡിസൈനിങ്ങിന്റെ സാധനത്തിനകത്തോടെന്ന് വെച്ചിരിക്കുന്നത്, അത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ സാധനമല്ലേ? അല്ല, ആക്ച്വലി പവർ പോയിന്റ് പ്രസന്റേഷൻ, പവർ പോയിന്റ് ആക്ച്വലി ഒരു UX ഡിസൈനിങ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇഷ്ടം പോലെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കുറെ ഷേപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത്, കുറെ ഐക്കണുകളൊക്കെ കൊണ്ടുവന്നിട്ട്, കുറെ ടെക്സ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സ്ക്രാച്ചിൽ ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കി ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ UX ഡിസൈനിങ് ടൂൾ കൂടെയാണ് പവർ പോയിന്റ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഇപ്പം ഈ സ്ലൈഡുകൾ പോകുന്ന പോലെ തന്നെ സ്ക്രീനുകളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം പവർ പോയിന്റിനകത്ത്. അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരിടത്ത് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, അടുത്ത സ്ക്രീൻ എന്തായിരിക്കും എന്നൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പവർ പോയിന്റ് യൂസ് ചെയ്യാം. പിന്നെയുള്ള സാധനമാണ് മാർവൽ. മാർവൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ്സ് പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് നല്ലൊരു ഡിസൈനിങ് ടൂൾ ആണെന്നാണ് അറിവ്. ഇറ്റ്സ് ഗുഡ്. മാർവൽ ഒരു നല്ല ഡിസൈനിങ് ടൂൾ ആണ്. അടുത്തതായിട്ട് എന്താണ് UX ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഉപയോഗം, നിങ്ങൾക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ തരത്തിലുള്ള ജോബുകൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ UX ഡിസൈനിങ്ങിന്റെ കരിയറിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ വൺ ഓഫ് ദ ഹൈലി പേയിങ് ജോബാണ്. സ്കിൽ ബേസ്ഡ് ജോബുകളിലെ വൺ ഓഫ് ദ ഹെവിലി പേയിങ് ജോബാണ് UX ഡിസൈനിങ് റോളുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 3 വർഷം 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വർഷം 20 ലക്ഷം തൊട്ട് 30 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബ് കൂടെയാണ് UX ഡിസൈനിങ് എന്ന് പറയുന്നത്. കാരണം എല്ലാ ബ്രാൻഡുകളും എല്ലാ കമ്പനികളും അവർക്ക് ഒരു UX ഡിസൈനിങ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആളുകളുടെ എക്സ്പീരിയൻസ്, അവർക്ക് കസ്റ്റമേഴ്സിനെ നിലനിർത്താന്, നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാന്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ UX ഡിസൈനിങ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇറ്റ്സ് എ ഹൈലി പേയിങ് ജോബ്. ഇനി UX ഡിസൈനിങ്ങിൽ എന്തൊക്കെ ജോബുകളുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി UI ഡിസൈനർ. അതിന്റെ ലുക്കും സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന, ലേഔട്ടുകൾ ഡിസൈൻ ചെയ്യുന്ന, ഐക്കൺസ് ഡിസൈൻ ചെയ്യുന്ന, കളേഴ്സ് സെറ്റപ്പ് ചെയ്യുന്ന ജോബുകളുണ്ട്. UI ഡിസൈനിങ് UI ഡിസൈനർ എന്ന് പറഞ്ഞുകൊണ്ട് റോളുണ്ട്. പിന്നീടുള്ളതാണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ. അയാളാണ് എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ എൻറ്റയർലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. യൂസർ എക്സ്പീരിയൻസ് റിസർച്ചേഴ്സ് ഉണ്ട്. അവരാണ് റിസർച്ച് നടത്തുന്നത്. പ്രോബ്ലം എന്താണ്, എന്ത് പ്രോബ്ലം എന്താണ് ഈ ആപ്ലിക്കേഷൻ സോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് യൂസർ എക്സ്പീരിയൻസ് റിസർച്ചേഴ്സ് ആണ്. അതൊരു ജോലിയാണ്. പിന്നീട് വരുന്നതാണ് പ്രോഡക്റ്റ് ഡിസൈനിങ്. UI UX ഡിസൈനിങ് രണ്ടും കംപ്രൈസ്ഡ് ആയിട്ട് വരുന്ന സാധനമാണ് പ്രോഡക്റ്റ് ഡിസൈനിങ്. ഒരു പ്രോഡക്റ്റിന്റെ എൻറ്റയർ സാധനം ഡിസൈൻ ചെയ്യുക എന്ന വർക്കാണ് പ്രോഡക്റ്റ് ഡിസൈനർ ചെയ്യുന്നത്. ചെറിയ ചെറിയ കമ്പനികളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UI ഡിസൈനിങ് UX ഡിസൈനിങ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഡിസിഗ്നേഷൻസ് ഒന്നും കാണത്തില്ല. ഒരു പ്രോഡക്റ്റ് ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഡിസിഗ്നേഷനിൽ നിങ്ങൾ ഈ 2 സാധനങ്ങൾ ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് പ്രോഡക്റ്റ് ഡിസൈനർ എന്ന് പറയുന്ന റോള്. UX റൈറ്റർ ഉണ്ട്. അവരാണ് എന്തൊക്കെ ടെക്സ്റ്റുകൾ വേണം, ഈ ടെക്സ്റ്റിൽ എന്ത് രീതിയിൽ എന്ത് ഇമോഷനിലെ ടെക്സ്റ്റുകൾ എഴുതണം, ഏത് ഭാഷയിൽ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നൊക്കെ തീരുമാനിക്കുന്ന UX റൈറ്റർ ആണ്. അതൊരു ജോബാണ്. ഇന്ററാക്ഷൻ ഡിസൈനർ, ആനിമേഷൻ എങ്ങനെയാണ്, ട്രാൻസിഷൻസ് എങ്ങനെയാണ്, മൈക്രോ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്താൽ എന്ത് കളർ വരണം, അല്ലെങ്കിൽ ആ ബട്ടൺ എന്ത് സംഭവിക്കണം, ഒരു സ്ലൈഡർ എങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യുന്ന ഇന്ററാക്ഷൻ ഡിസൈനറാണ്. അതൊരു റോളാണ്. വിഷ്വൽ ഡിസൈനേഴ്സ് ഉണ്ട്. അവരാണ് ഗ്രാഫിക്സ്, ഇല്ലുസ്ട്രേഷൻസ്, ഇമേജുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതും സെറ്റപ്പ് ചെയ്യുന്നതും വിഷ്വൽ ഡിസൈനേഴ്സ് ആണ്. ഇൻഫർമേഷൻ ആർക്കിടെക്ട്സ് ഉണ്ട്. അവരാണ് കണ്ടന്റുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. അതായത് യൂസേഴ്സിന് എങ്ങനെ അവർക്ക് ടാസ്കുകൾ എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ ഈസി ആയിട്ട് സംഭവം ചെയ്യാൻ പറ്റുന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻഫർമേഷൻ ആർക്കിടെക്ട്സ് ആണ്. പിന്നീട് വരുന്നതാണ് ഡിസൈൻ സ്ട്രാറ്റജിസ്റ്റുകൾ. ഇവരാണ് ആക്ച്വലി നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ബിസിനസ് ഉണ്ടല്ലോ, ഓൺ ചെയ്യുന്ന ആളുണ്ടാവില്ല, പൈസ മുടക്കുന്ന ആള്, അവര് തമ്മിലും യൂസർ തമ്മിലും ഡിസൈനർ തമ്മിലുള്ള ഒരു ബ്രിഡ്ജിങ് നടത്തുന്നത് ഈ ഡിസൈൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഡിസിഷൻ മേക്കേഴ്സ് അവരാണ് ഈ ഒരു നമ്മുടെ ഒരു സംഭവം പ്രൊപ്പോസൽ നടത്തുമ്പോൾ ഒരു ഡിസൈനർ വന്നിട്ട് ഇന്ന ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് UX ഡിസൈനർ പ്രൊപ്പോസൽ നടത്തുമ്പോൾ ഇത് വേണ്ട, ഇത് കോസ്റ്റ്ലി ആണ് എന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഡിസൈൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. പിന്നീട് വരുന്നതാണ് യൂസർ എക്സ്പീരിയൻസ് കൺസൾട്ടന്റ്. ഞാൻ ആക്ച്വലി യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് നിലവിലെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുകയും ഡിസൈൻ ചെയ്യുന്നവര് കൺസൾട്ടന്റിന്റെ അടുത്ത് വന്നിട്ട് അന്വേഷിക്കും, ഇവരെടുത്ത ഡിസിഷൻ നല്ലതാണോ, എന്തെങ്കിലും ചെയ്തു വരുത്തണോ. അപ്പൊ കൺസൾട്ടന്റ് പറയും ഇന്ന ഓപ്ഷൻ നല്ലതാണ്, ഇന്ന ചെയ്യണ്ട. അവർ ആക്ച്വലി ഡിസൈനിങ് അല്ല ചെയ്യുന്നത്, അവർ കൺസൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതൊരു ഫ്രീലാൻസിങ് വർക്ക് പോലെയോ ഒരു ബിസിനസ് പോലെയോ ഒക്കെ നടത്താൻ പറ്റുന്ന കാര്യമാണ്. സോ ഇതുപോലെയുള്ള കുറെ ഓപ്പർച്യൂണിറ്റികൾ UI UX ഡിസൈനിങ്ങിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എല്ലായിടത്തും ഇതുപോലെ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ UI ഡിസൈനർ എന്ന് പറഞ്ഞ ഒറ്റ ആളല്ല ഉള്ളത്. ഇതൊരു വലിയ ടീമാണ്, ഒരു വമ്പൻ ടീമാണ്. അതിനകത്ത് തന്നെ UI ഡിസൈനിങ്ങിൽ തന്നെ പല കാറ്റഗറി ഓഫ് ഡിസൈനേഴ്സ് ഉണ്ട്. ബട്ടൺ ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, ബ്രാൻഡ് ലൈക്ക് അതിന്റെ എന്താ പറയുക ഡിസൈൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നവരുണ്ട്,
അങ്ങനെ വലിയ വലിയ ടീമുകളായിട്ടായിരിക്കും ഗൂഗിൾ പോലെയുള്ള വമ്പൻ MNC-കളിൽ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ലൈക്ക് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നവരിൽ അവരോട് സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലാണ്. മിക്ക MNC-കളിലും അങ്ങനെയാണ്. സോ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. വലിയ വലിയ MNC-കളിലോട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണത്. സോ there are a lot of opportunities like that. ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഗൂഗിളിന്റെ ജോബ് റോളിൽ നിങ്ങൾ ജോബ് ലിസ്റ്റിംഗ് പോർട്ടലുകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ UX ഡിസൈനിങ്ങിന് വേണ്ടി തന്നെ ഇഷ്ടംപോലെ വാക്കൻസികൾ അവൈലബിൾ ആണ്. അവര് എല്ലാ കാലത്തും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആളുകളെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എസ്പെഷ്യലി സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ജോബ് കൂടെയാണ് ഈ UX ഡിസൈനിങ്. അടുത്ത കാര്യം, UX ഡിസൈനിങ്ങില് നിങ്ങള് ഏത് ജോലിയിൽ കയറിയാലും ഏത് റോളിൽ കയറിയാലും നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് യൂസറിന്റെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുക, ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവർ ചെയ്യേണ്ട ടാസ്ക് സിമ്പിൾ ആക്കുക, ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ എൻജോയബിൾ ആക്കുക, ഒരു ഇന്റൻഷൻ ഉണ്ടാക്കുക. ചുമ്മാ ഒരു സാധനം ഡിസൈൻ ചെയ്യാണ്ട് ഒരു ഇന്റൻഷൻ ഉണ്ടാക്കുക. ആളുകൾക്ക് എന്ത് എക്സ്പീരിയൻസ് കൊടുക്കണം എന്നൊരു ഇന്റൻഷനോട് കൂടെ സാധനം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ ഏത് റോൾ എടുത്താലും UX ഡിസൈനിങ്ങിന്റെ ഏത് ജോലിക്ക് കയറിയാലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് UX ഡിസൈനിങ് ജോബുകളുടെ ഇമ്പോർട്ടൻസ് പറയുന്നത് ബാക്കിയുള്ള ജോബുകളിലല്ല, നിങ്ങളുടെ ഐഡിയക്ക് വാല്യൂ ഉണ്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ, നിങ്ങളുടെ തലയിലൂടെ എന്ത് പോകുന്നോ അതിനവിടെ വാല്യൂ ഉണ്ട്. കാരണം അതിനുവേണ്ടിയാണ് നിങ്ങളെ അവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഐഡിയാസ് ആണ് നിങ്ങൾ സെല് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഐഡിയാസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ ഡിസിഷൻസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് UX ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഇനി നിങ്ങൾക്ക് എങ്ങനെ UX ഡിസൈനിങ് പഠിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിസോഴ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഞാൻ ബോണസ് ആയിട്ടൊരു കാര്യം ഇവിടെ പറയാമെന്ന് പറഞ്ഞത്. അതിലൊന്നാണ് ഗൂഗിൾ UX ഡിസൈനിങ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ബൈ കോഴ്സറ. ഞാൻ എടുത്തിരുന്ന ഒരു കോഴ്സാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് UX ഡിസൈനിങ് കോഴ്സ്. കാരണം ഇന്ററാക്റ്റീവ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്കൊരു TV ഷോ കാണുന്ന പോലെ, ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം കാണുന്ന പോലെ നിങ്ങൾക്ക് ആ സാധനം ഈ ഒരു UX ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പറ്റും. അതിന്റെ അകത്ത് കൊളാബറേറ്റീവ് ആയിട്ട് കൂടെ പഠിക്കുന്നവരുടെ കൂടെ വർക്കുകളൊക്കെ ചെയ്ത് കൊളാബറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സാധനങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഴ്സിനകത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നിലവിൽ അവർ AI-യുടെ ഒരു അതിപ്രസരം വന്നിട്ടുള്ളത് കൊണ്ട് AI ബേസ്ഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കുറെ പുതിയ സംഭവങ്ങൾ, ടോപ്പിക്കുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് കോഴ്സ്. ഗൂഗിൾ UX ഡിസൈനിങ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ബൈ കോഴ്സറ. കിടിലൻ സാധനമാണ്. പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു ഇച്ചിരി പേയ്മെന്റ് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. കോഴ്സറയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും സബ്സ്ക്രിപ്ഷൻ കിട്ടുമെങ്കിൽ, ടീം സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനത്തെ എടുത്തിട്ട് നിങ്ങൾക്ക് ഓഫ്കോഴ്സ് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിന്റെ ഫ്രീ എൻറോളിങ് ഒരു മാസത്തെ എങ്ങാണ്ടോ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും തോന്നുന്നു. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം എങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തിട്ട് ഈ കോഴ്സ് പഠിക്കാം. പിന്നീടുള്ളതാണ് ഇന്ററാക്ഷൻ ഡിസൈൻ ഫൗണ്ടേഷൻ. ഇന്ററാക്ഷൻ ഡിസൈൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്. അവരുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. അതെല്ലാം കിടിലമാണ്. UI ഡിസൈനിങ്ങും UX ഡിസൈനിങ്ങും പഠിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് ഇന്ററാക്ഷൻ ഡിസൈൻ ഫൗണ്ടേഷൻ മെമ്പർഷിപ്പ്. പിന്നീടുള്ളതാണ് ഡിസൈൻ ലാബിന്റെ. ഈ ഡിസൈൻ ലാബിന് UX അക്കാഡമി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. UX അക്കാഡമി എന്ന് പറഞ്ഞ ഒരു കോഴ്സും ഉണ്ട്. ഇത് രണ്ടും കിടിലമാണ്. ഞാൻ നിലവിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷെ ഇത് കൊള്ളാം. UX അക്കാഡമി ആൻഡ് UX അക്കാഡമി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ 2 കോഴ്സുകളും നല്ല കോഴ്സുകളാണ്. പിന്നീടാണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ഫണ്ടമെന്റൽസ് ബൈ യൂഡമി. യൂഡമിയിൽ ഒരു സിംഗിൾ പർച്ചേസ് സാധനമാണ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ 600-700 കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റും. നല്ല കിടിലൻ കോഴ്സാണ്. അത്യാവശ്യം നല്ല വാല്യൂടെ സർട്ടിഫിക്കറ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൂഗിളിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെയാണ് യൂഡമിയിലെ ഈ ഒരു കോഴ്സ്, യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞ കോഴ്സ്. ഓക്കെ, പിന്നെ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിന്റെ കരിയർ ഫൗണ്ടറിയിലേക്കകത്തുള്ള UX ഡിസൈനിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഈ കോഴ്സും അത്യാവശ്യം നല്ലൊരു കോഴ്സാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് റിസോഴ്സുകൾ, അതായത് കോഴ്സുകൾ പഠിക്കാൻ താല്പര്യം, നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് റിസോഴ്സുകൾ പറഞ്ഞത് അതിലൊന്നാണ് ബിഹാൻസ്. ബിഹാൻസിൽ നിങ്ങൾ ചുമ്മാ കയറുക, ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് അവിടെ കാണുന്ന ഏതെങ്കിലും ചുമ്മാ യൂസർ എക്സ്പീരിയൻസ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1000 അല്ല ലക്ഷക്കണക്കിന് സാധനം വരും. അതെല്ലാം നിങ്ങൾക്ക് വായിക്കാം, കേസ് സ്റ്റഡീസ് റീഡ് ചെയ്യാം. ആളുകൾ എങ്ങനെ ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്തു, ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തു, എങ്ങനെ ഇതിന് ലോഗോ ഉണ്ടാക്കി, എങ്ങനെ ബ്രാൻഡിങ് ഉണ്ടാക്കി, എങ്ങനെ അതിനകത്തുള്ള എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്തു, എങ്ങനെ ഓരോ ബട്ടണുകൾ ഡിസൈൻ ചെയ്തു, എന്തുകൊണ്ട് ഡിസൈൻ ചെയ്തു, എന്തുകൊണ്ട് ഈ കളർ പാലറ്റ് സെലക്ട് ചെയ്തു, ഇങ്ങനെ ഇഷ്ടം പല സാധനങ്ങൾ, ആളുകളുടെ റിയൽ യൂസർ എക്സ്പീരിയൻസുകൾ, റിയൽ യൂസേഴ്സിന്റെ കേസ് സ്റ്റഡീസ് ബിഹാൻസിൽ അവൈലബിൾ ആണ്. അത് നോർമൽ യൂസേഴ്സിന് മാത്രമല്ല, വലിയ വലിയ കമ്പനികളുടെ അടക്കമുണ്ട്. മെറ്റ,
പിന്നെ അതുപോലെ തന്നെ ഗൂഗിള് പോലുള്ള കമ്പനികളുടെ അടക്കം എന്റെ 2 കേസ് സ്റ്റഡീസ് ഇതിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ ബിഹാൻസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പഠിക്കാൻ പറ്റുന്ന, സെൽഫ് ലേൺ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റിസോഴ്സ് ആണ് ബിഹാൻസ്. പിന്നെ ബിഹാൻസ് പോലെ തന്നെ വേറൊരു റിസോഴ്സ് ആണ് ഡ്രിബിൾ. ഇതിനകത്തും യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്, ആപ്ലിക്കേഷൻ മോക്കപ്പുകൾ, വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്ത സാധനങ്ങൾ, ഇഷ്ടംപോലെ ഡിസൈനുകളും കേസ് സ്റ്റഡീസ് അവൈലബിൾ ആണ് ഡ്രിബിളിനകത്ത്. പിന്നെ ഫിഗ്മ അവരുടെ കമ്മ്യൂണിറ്റി, ഫിഗ്മയുടെ കമ്മ്യൂണിറ്റി കിടിലാണ്. ഫിഗ്മ കമ്മ്യൂണിറ്റി ആയിട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതുപോലെയുള്ള കേസ് സ്റ്റഡീസ്, പിന്നെ ഈവൻ ഗൂഗിളിന്റെ പോലുള്ള കമ്പനികളുടെ എല്ലാം തന്നെ ഡിസൈൻ സിസ്റ്റങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചുമ്മാ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ബട്ടണുകൾ, ഐക്കണുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫിഗ്മ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫിഗ്മ യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ, പഠിക്കുവാണെങ്കിൽ ഫിഗ്മ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സാധനം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെയുള്ള അവാർഡ്സ് ഒരു വെബ്സൈറ്റ് ഷോക്കേസ് ആണ്. അവിടെ ഇഷ്ടം പോലെ വെബ്സൈറ്റുകൾ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കയറിയിട്ട് ചെക്കൗട്ട് ചെയ്യാം. പലതരത്തിലുള്ള പല രീതിയിലുള്ള പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്സോ സ്റ്റോറുകളോ, എങ്ങനെയാണ് പുതിയ വെബ്സൈറ്റുകൾ, അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്ന ഡിസൈൻ സ്ട്രാറ്റജി എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അവാർഡ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെയുള്ളതാണ് മുബിൻ. അത് യൂസർ ഇന്റർഫേസ് ലൈക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പ് പോലുള്ള യൂസർ ഇന്റർഫേസിന് അതിനുവേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള സാധനമാണ് മുബിന്. പിന്നെയുള്ളതാണ് മുസ്ലി. പിന്നെയാണ് പിൻട്രസ്റ്റ് ഓഫ് കോഴ്സ്. പിൻട്രസ്റ്റ് കിടിലൻ സാധനമാണ്. നിങ്ങൾ വീട്ടിൽ സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്താൽ ആ സെർച്ചുമായിട്ട് ബന്ധപ്പെട്ട സാധനം വരും. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിലോട്ട് നിങ്ങൾ എന്താണ് നോക്കാൻ പോകുന്നത് ആ സാധനം ഫീഡ് ചെയ്ത് തരാൻ പറ്റും പിൻട്രസ്റ്റിന്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിക്ക് അനുസരിച്ച് നിങ്ങളുടെ തലച്ചോറിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ സാധനങ്ങൾ തരാൻ പറ്റും. സോ പിൻട്രസ്റ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. അതിനകത്ത് പോയി ചുമ്മാ UX ഡിസൈനിങ് സെർച്ച് ചെയ്യുക, കുറച്ച് ഡിസൈൻസ് നോക്കുക. അടുത്ത തവണ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയിലോട്ട് കുറെ ഐഡിയാസ് ഇത് ഇട്ട് തരും. സോ പിൻട്രസ്റ്റും യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്, UX ഡിസൈനിങ്ങിന് പറ്റിയ ഒരു റിസോഴ്സ് ആണ്. പിന്നീട് UI8, പിന്നെ മീഡിയം. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ മീഡിയം ഓഫ് കോഴ്സ് ഒരു കിടിലൻ സാധനമാണ്. ഇതിനകത്ത് കുറെ ആളുകൾ സംഭവങ്ങൾ ആർട്ടിക്കിളുകൾ എഴുതിയിടും, പുതിയതായിട്ടുള്ള ഡിസൈൻ ട്രെൻഡുകളെ കുറിച്ച്, നിലവിലുള്ള ഡിസൈൻ സ്ട്രാറ്റജികളെ കുറിച്ച്, ഈ പറഞ്ഞ പോലെയുള്ള UX ഡിസൈനിങ്ങിന്റെ പ്രോസസ്സുകളെ കുറിച്ച്, പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ കുറിച്ച്, പുതിയ ഡിസൈൻ ട്രെൻഡുകളെ കുറിച്ച്, പുതിയ ഡിസൈൻ സിസ്റ്റങ്ങളെ കുറിച്ച്, പുതിയ കളർ പാലറ്റുകളെ കുറിച്ച്, എങ്ങനെ ഓരോ കളർ പാലറ്റ് സെലക്ട് ചെയ്യുക, എന്തൊക്കെ സ്ട്രാറ്റജീസ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ ആർട്ടിക്കിളുകൾ മീഡിയമിൽ അവൈലബിൾ ആണ്. സോ മീഡിയം ഇസ് ഓൾസോ എ ഗുഡ് റിസോഴ്സ്. സോ ഇത്രയും സാധനങ്ങളാണ് നിലവിൽ ഉള്ളത്. ലൈക്ക് ഈ ഒരു വെബിനാറിലെ ലൈക്ക് വളരെ പെട്ടെന്ന് തീർന്നല്ല, ഒരു 8 മണി 1 hour നമ്മൾ തീർത്തു. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾ അബൌട്ട് UX ഡിസൈനിങ്. സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ ഇൻഡെപ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ ഡിസൈൻ പ്രോസസ്സുകൾ 6-7 ഡിസൈൻ പ്രോസസ്സുകൾ പറഞ്ഞില്ലേ, അതിനുള്ളിൽ തന്നെ വീണ്ടും പ്രോസസ്സുകളുണ്ട്. റിസർച്ചിൽ തന്നെ ഇഷ്ടംപോലെ പ്രോസസ്സുകളുണ്ട്, ടെസ്റ്റിൽ തന്നെ ഇഷ്ടംപോലെ പ്രോസസ്സുകളുണ്ട്. ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു 1.5 hour പറഞ്ഞു തരാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല UX ഡിസൈനിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇറ്റ് സിമ്പിൾ, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളിത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. പിന്നെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. കാഗിൾ ഒരു നല്ല ഓപ്ഷനാണ് ഫോർ സെൽഫ് ലേണിംഗ്. കാഗിൾ ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് കാഗിൾ ഈസ് എ ഗുഡ് ഓപ്ഷൻ. ആൻഡ് അബൈ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ലെറ്റ് മീ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, കോഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നിലവിൽ ഇനിയിപ്പം നമ്മള് ഫൈനലിൽ നമ്മളിത് സാധനം ഒന്ന് ലൈക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ കോഡെക്സിനെ കുറിച്ച് പറയാം. കോഡെക്സ് ഈസ് എ സർവീസ് ബേസ്ഡ് കമ്പനി. അതായത് സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ഡെവലപ്മെന്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കോഡെക്സ്. ലൈക്ക് ബ്രാൻഡിങ്, മാർക്കറ്റിങ്, എല്ലാ കാര്യങ്ങളും ഈ കോഡെക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇതുപോലൊരു ആപ്ലിക്കേഷനോ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പോലത്തെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയാണ് കോഡെക്സ്. ഓക്കെ, ഗ്രൂപ്പിൽ മറ്റേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അബൈക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. എടാ അബൈ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു UI എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, ഷുവർ, കാണിച്ചു തരാം. ഞാൻ എന്റെ ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു, ഞാൻ കോഴ്സ് പഠിച്ചിരുന്ന സമയത്ത് ചെയ്തിരുന്ന 1-2 കേസ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ് ഫോർ യു. സോ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. കമ്മ്യൂണിറ്റി
അല്ലെങ്കിൽ ബിഹാൻസിൽ കാണിക്കാൻ പറ്റും. ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ കാണിച്ചു കൊടുക്കണേ. ഫോർ ഷുവർ. പീപ്പിൾ. ഓക്കെ, ഞാൻ ആക്ച്വലി എന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിരുന്ന 2 വർക്കുകളാണ് ഈ സ്പീക്കപ്പ് ആൻഡ് UX സിനിസാക്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആക്ച്വലി ബിഹാൻസിൽ കയറി കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്റെ പേര് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്ടംപോലെ കേസ് സ്റ്റഡികൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു പ്രോജക്റ്റിന്റെ സംഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്നാക്ക് ഓർഡറിംഗ് ആപ്പ്. ബേസിക്കലി പറഞ്ഞ ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് തിയേറ്ററിലിരുന്നോ ഒരു മൂവിക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് സ്നാക്ക് ഓർഡർ ചെയ്ത് വെച്ച് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. അത്ര ഉണ്ടായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. സോ ഇതിനടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു പ്രോബ്ലം, അതായത് ആളുകൾക്ക് വളരെ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തിരക്കിട്ട് സിനിമ കാണാൻ പോകുന്ന ഒരാൾക്ക് അവിടെ ചെന്നിട്ട് ഒരു സാധനം മേടിക്കാനുള്ള സമയം കിട്ടത്തില്ല, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയില്ല, ഇവരുടെ ഹെൽത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇവർക്ക് ചില ഫുഡുകൾ പറ്റത്തില്ലായിരിക്കും, ആ ഓപ്ഷൻസ് തിയേറ്ററിൽ അവൈലബിൾ ആണെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് വെച്ചിട്ട് ഇതെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുക എന്നതായിരുന്നു ഈ സ്നാക്ക് ഓർഡറിംഗ് ആപ്ലിക്കേഷന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്, ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ അതിൽ നിന്നൊരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചു, അതിനെന്താണ് ഗോൾ എന്ന് നമ്മൾ തീരുമാനിച്ചു. അതായത് ഒരു നല്ല യൂസർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് അവരുടെ ആവശ്യം എന്താണ് സ്നാക്കുകൾ ഓർഡർ ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടൊരു സംഭവമാണ്. ക്യൂവിൽ നിൽക്കാണ്ട് അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കാണ്ട് ഒരു അവരുടെ സ്നാക്സ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതാണ് ഗോള്. അപ്പൊ അതിനുള്ള ഡിസൈൻ പ്രോസസ് ആയിരുന്നു എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ് ആൻഡ് ടെസ്റ്റിംഗ്. സോ ആദ്യം യൂസേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്തൊക്കെ തരത്തിലുള്ള യൂസേഴ്സ് ആയിരിക്കും വരുന്നത്, ഏതൊക്കെ ഏജ് കാറ്റഗറികളായിരിക്കും, എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ആളുകളായിരിക്കും വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് അതിനുള്ള പെയിന്റ് പോയിന്റുകൾ എടുത്തു. അതായത് അവിടെയുള്ള ഫുഡ് ഓപ്ഷൻസിനെ കുറിച്ച് അവര് ലിമിറ്റഡ് ആയിട്ട് ഫുഡ് ഓപ്ഷൻസിനെ കുറിച്ച് അവർ വറീഡാണ്. അതുപോലെ തന്നെ കുറെ നേരം ക്യൂവിൽ നിൽക്കുന്ന ആ കാര്യത്തെ കുറിച്ച് അവർ ഒരു വറീഡാണ്. പിന്നെ വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ള ആക്സബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ചില വില കൂടിയ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, അതിനെക്കുറിച്ച് അവർ വറീഡാണ്. ഇങ്ങനെ കുറെ പെയിൻ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. പെയിൻ പോയിന്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഒരു പേഴ്സണെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു യൂസർ, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള യൂസർ, അയാളുടെ ഒരു സംഭവം എന്തായിരിക്കും, അയാൾ എന്തൊക്കെയായിരിക്കും അയാൾ നോക്കുന്നത്, അയാളുടെ ഫ്രസ്ട്രേഷൻസ് എന്തായിരിക്കും, അയാൾ എങ്ങനെയായിരിക്കും ഈ സാധനം എന്തിനു വേണ്ടിയായിരിക്കും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പേഴ്സണെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. പേഴ്സണെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അയാളുടെ ഒരു ജേർണി ബിൽഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്ലോ ബിൽഡ് ചെയ്തു. അയാൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനം മേടിക്കാൻ പോകുന്നതിന് മുന്നേ അയാൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് ഡിസിഷൻ എടുക്കുന്നു, ഏത് സ്ക്രീൻ തുറക്കുന്നു, ആ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു, അവിടുന്ന് എന്ത് ഓർഡർ ചെയ്യുന്നു, ഓർഡർ ചെയ്തിട്ട് അയാൾ എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിൽ വരുന്ന പെയിൻ പോയിന്റ്സ്, അതിൽ വരുന്ന ഇഷ്യൂസ് എല്ലാം വെച്ചിട്ട് ഒരു യൂസർ ജേർണി ബിൽഡ് ചെയ്തു. ഇത് ബിൽഡ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ്. കുറെ ആളുകളിൽ നിന്ന് റിസർച്ച് നടത്തും, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, അവരുടെ രീതികൾ മനസ്സിലാക്കും, അവരെ എക്സ്പെക്ടേഷൻസ് മനസ്സിലാക്കിയിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് കംപ്രൈസ് ചെയ്ത് അതിൽ നിന്നൊരു നോട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു പേഴ്സണായും ഇങ്ങനെ ഒരു യൂസർ ജേർണി നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ഐഡിയൽ യൂസർ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. അതിൽ നിന്നൊരു ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഫ്ലോ ഉണ്ടാക്കി. ഏതൊക്കെ സ്ക്രീൻ ഉണ്ട്, ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ എങ്ങോട്ടെങ്ങോട്ട് ഒരു സ്ക്രീനിൽ നിന്ന് അടുത്ത സ്ക്രീനിലോട്ട്, ഏത് സ്ക്രീനിലോട്ട് പോകും, അടുത്ത ഓപ്ഷൻ ഏത് ഓപ്ഷനിലോട്ട് പോകും, ഇങ്ങനെ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു പേപ്പർ വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. പേപ്പർ വയർ ഫ്രെയിമില് നമ്മൾ കുറെ സാധനങ്ങൾ സ്ക്രാച്ച് ചെയ്തു, കുറെ സ്കെച്ചസ് ഇട്ടു, ഏതൊക്കെ ഓപ്ഷൻസ്, എവിടെയൊക്കെ എന്തൊക്കെ വരണം, എന്തൊക്കെ ലൈക്ക് ഐക്കണുകൾ എവിടെയൊക്കെ വരണം, അല്ലെങ്കിൽ എവിടെയൊക്കെ ഇമേജുകൾ വരണം, എവിടെയൊക്കെ ടെക്സ്റ്റുകൾ വരണം, ഇതെല്ലാം വെച്ചിട്ട് ഒരു പേപ്പർ വയർ ഫ്രെയിം ആദ്യം ഡിസൈൻ ചെയ്തു. അതിൽ നിന്ന് ഒരു ഡിജിറ്റൽ വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഫിഗ്മ പോലുള്ള ഒരു ടൂളിനകത്ത് നമ്മൾ ഷേപ്സും ഒരു സാധനങ്ങളും വെച്ച് ഇതുപോലെ ഒരു ഡിജിറ്റൽ വയർ ഫ്രെയിം ആദ്യമേ ബിൽഡ് ചെയ്തു. ഈ ഡിജിറ്റൽ വയർ ഫ്രെയിം ബിൽഡ് ചെയ്തതിന് ശേഷം അതിനെ റിഫൈൻ ചെയ്ത് അതിലോട്ട് ഇമേജുകളും ഐക്കണുകളും ആഡ് ചെയ്തും കൊടുത്ത് അതിനെ കുറച്ചുകൂടെ വിഷ്വലി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റി. വിഷ്വലി ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയ സാധനത്തിലോട്ട് നമ്മൾ അതിനെ ഫൈനലൈസ് ചെയ്തു. ഇതിനകത്തോട്ടുള്ള എല്ലാ കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ, കറക്റ്റ് ആയിട്ടുള്ള ഐക്കണുകൾ, കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ആഡ് ചെയ്ത് ആ ഒരു ഡിസൈനെ ഫൈനലൈസ് ചെയ്തു. പിന്നെ ആ ഒരു ഫൈനലൈസ് ചെയ്ത ഡിസൈനാണ് നിങ്ങൾ കാണുന്നത്. ആദ്യം ഒരു ഓൺബോർഡിംഗ് സ്ക്രീൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മറ്റേ ആപ്ലിക്കേഷൻ സ്ക്രീനുകൾ, സാധനം ഒരു ഹോം സ്ക്രീന്, ആ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ,
അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂവി ടിക്കറ്റ് സ്കാൻ ചെയ്ത് ആ തിയേറ്ററിൽ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കാനുള്ള ഓപ്ഷൻ, അതിൽ നിന്ന് ഓഫറുകൾ സംഭവങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൈസിനനുസരിച്ച്, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഇതിനനുസരിച്ച് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ഓരോ പോപ്കോണുകൾ പോലെയുള്ള ഓരോ സ്നാക്കുകളുടെ ഡീറ്റെയിലുകൾ മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ, ഇങ്ങനെ എൻറ്റയർ സാധനം നമ്മൾ സെറ്റപ്പ് ചെയ്തു, ഒരു സ്ക്രീൻ സെറ്റപ്പ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഓർഡറിംഗ് സ്ക്രീനുകൾ ഏതൊക്കെ എങ്ങനെയൊക്കെ പോകണം, അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് വേണം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു, ഫുൾ സ്ക്രീൻ സെറ്റ് ചെയ്തു. പിന്നെ അതിനകത്ത് കൊടുത്തിരുന്ന കുറച്ച് ഫീച്ചറുകളാണ് ടിക്കറ്റ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെങ്കിൽ അതിനകത്ത് കോയിനുകൾ കിട്ടും, ആ കോയിനുകൾ വെച്ച് അത് നമ്മൾ ആളുകൾക്ക് ഓഫറുകൾ കിട്ടും, ഡിസ്കൗണ്ടുകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ സ്നാക്കിന്റെ ഡീറ്റെയിലുകൾ മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഓർഡർ പ്രോസസ് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തു. അവസാനം അതിനൊരു സ്റ്റൈൽ ഗൈഡ്, അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിരുന്ന സാധനമാണ്. ഏതൊക്കെ കളേഴ്സ് വേണം, ബ്രാൻഡിനനുസരിച്ച് ഏതൊക്കെ കളേഴ്സ് സെറ്റ് ചെയ്യണം, ഏതൊക്കെ ഫോണ്ടുകൾ യൂസ് ചെയ്യണം, ആ ഫോണ്ടുകൾക്ക് ഏതൊക്കെ സൈസുകൾ യൂസ് ചെയ്യണം, പിന്നെ അത് ഏതൊക്കെ പർപ്പസുകൾക്ക് യൂസ് ചെയ്യണം, അതിനാണ് കൊടുക്കുന്ന ഹെഡിങ് 2, ഹെഡിങ് 3, ടൈറ്റിൽ, സബ് ടൈറ്റിൽ, അത് അതിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു ഐക്കണോഗ്രഫി, ഒരു സെറ്റ് ഓഫ് ഐക്കൺസ് ഡിസൈൻ ചെയ്തു. പിന്നെ അതിൽ നിന്നൊരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം ഈ പ്രോട്ടോടൈപ്പ് യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ എൻറ്റയർലി ഒരു മോക്കപ്പ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓരോ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഏതൊക്കെ സ്ക്രീനുകൾ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. ഒരു കാർട്ടിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഓപ്ഷൻ, ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതിനാണ് ആക്ച്വലി പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം, ഓർഡർ പ്ലേസ് ചെയ്യാം. എസെൻഷ്യലി ദാറ്റ്സ് ഇറ്റ്. സോ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രോട്ടോടൈപ്പ് ആണത്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനു വേണ്ടി ഒരു വെബ്സൈറ്റ് കൂടെ ഒന്ന് ബിൽഡ് ചെയ്തു. ലൈക്ക് ഇത് ആ ഒരു ഡിസൈനിങ്ങിന് ഇൻ കേസ് ആവശ്യത്തിന് വേണ്ടി ഒരു ഇതുപോലൊരു വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി യൂസ് ചെയ്ത ടൂളുകളാണ് ഫിഗ്മ, എസെൻഷ്യലി UI ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തു, ഇല്ലുസ്ട്രേറ്റർ അതിന്റെ ഐക്കണുകൾ മറ്റു സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തു, ഫോട്ടോഷോപ്പ് ഇമേജുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്തു, കൂളേഴ്സ് കളർസ് പിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. സോ ഇത് ഞാൻ ചെയ്തിരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതുപോലെ തന്നെ സ്പീക്കപ്പും അതുപോലെ ഒരു പ്രോജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇത് പോയിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം, സ്പീക്കപ്പ് ചെക്ക്ഔട്ട് ചെയ്യാം. എന്റെ പ്രൊഫൈലിൽ കയറിയാൽ അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടൂളുകൾ, ഞാൻ എടുത്ത ഫ്ലോ, അതിനകത്ത് യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജികൾ, ചെയ്ത വയർ ഫ്രെയിമിങ്, മോക്കപ്പുകൾ, പ്രോട്ടോടൈപ്പിങ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതും ചെക്ക്ഔട്ട് ചെയ്യാം. ഞാൻ ചെയ്തിരുന്ന 2 ഓപ്ഷൻസ് സംഭവങ്ങൾ പ്രൊജക്റ്റുകളാണിത്. അപ്പൊ ഇതിന്റെ അകത്ത് കോഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? കോഡ് യൂസ് ചെയ്തിട്ടില്ല, ഇല്ല. ദിസ് ഇസ് എൻറ്റയർലി ആ ഒരു ഫിഗ്മ എന്ന് പറഞ്ഞ ടൂളിലാണ് ഞാൻ ഈ കാണിച്ച പ്രോട്ടോടൈപ്പ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കോഡിംഗ് ഒന്നും ഇല്ലാണ്ട് ബേസിക്കലി ഒരു ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യും എന്നൊരു ഐഡിയ കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുകൊണ്ട് പറ്റും. ഞാൻ ചെയ്തിരുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ കിബോ എന്ന് പറഞ്ഞുകൊണ്ട് ടീമിന് വേണ്ടി ഞാൻ ഒരു ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു ആനിമെ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ വേണ്ടി ഞാൻ ചെയ്തിരുന്നു. അവർക്ക് ചെയ്ത സമയത്ത് ബിൽഡിംഗ് അവർ ചെയ്തോളും, ഒരു സ്ക്രീനിൽ എങ്ങോട്ട് പോകണം, ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഫിഗ്മയെ തന്നെ സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ആനിമേഷൻസ്, ട്രാൻസിഷൻസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫിഗ്മയെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു എന്റെ പ്രോട്ടോടൈപ്പ് നടന്നത് നോക്കോഡ് ആയിട്ടാണ്, ഫിഗ്മയെ തന്നെ ഡിസൈൻ ചെയ്ത സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റിന് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഫിഗ്മയുടെ ഒരു ലിങ്ക് കിട്ടും പ്രോബബ്ലി. ഇല്ലെങ്കിൽ ഫിഗ്മയിൽ എന്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ ജോൽസിബി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ഒരു പ്രോജക്റ്റ് ഇടും. അതിന്റെ അകത്ത് നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് എങ്ങനെ ചെയ്തു എന്നൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. എന്റെ പ്രോട്ടോടൈപ്പിംഗ് എൻറ്റയർ സ്ക്രീനുകൾ, ഐക്കണോഗ്രാഫി, വലിയ പേജ് ആയിട്ട് ഞാൻ ആ സാധനം അതിന്റെ അകത്ത് ഫിഗ്മയ്ക്കകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനാണെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ഫിഗ്മ കമ്മ്യൂണിറ്റി കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് പ്രൊഫൈല്, സ്ക്രാച്ച് ഫയല്, ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രൊഫൈൽ, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ പ്രോജക്റ്റിനകത്ത് എസെൻഷ്യലി എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോടൈപ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലേഔട്ടിംഗ് അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. സോ ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ബട്ടണുകൾ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാം, ഏതൊക്കെ ബട്ടണുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആനിമേറ്റഡ് കോമ്പണന്റുകൾ, ആനിമേഷൻസ് വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ, പിന്നെ ബാർ കോമ്പണന്റുകൾ ലൈക്ക് സെർച്ച് ബാർ അല്ലെങ്കിൽ ഫീൽഡുകൾ, നാവിഗേഷൻ ബാർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ലിസ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ അതർ എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പണന്റുകൾ, പിന്നെ കാർഡുകൾ, യൂസ് ചെയ്തിരിക്കുന്ന കാർഡുകൾ, പിന്നെ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്, ഐക്കണുകൾ പോലുള്ള എലമെന്റുകൾ, ഇമേജുകൾ യൂസ് ചെയ്തിട്ടുള്ളത്, കളർ സ്കീമുകൾ യൂസ് ചെയ്തിട്ടുള്ളത്, ടൈപ്പോഗ്രഫീസ്, പിന്നെ ലോഗോ ഫയലുകൾ, പിന്നെ പ്രോട്ടോടൈപ്പുകൾ, പേപ്പർ വയർ ഫ്രെയിമുകൾ, യൂസർ ഫ്ലോ സെറ്റ് ചെയ്തത്, പിന്നെ അതിനെ ബേസ് ചെയ്ത സ്റ്റോറി ബോർഡ്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ, യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ഒരു സ്റ്റോറി ബോർഡ്. ഒരു സ്റ്റോറി പോലെ ആളുകളുടെ യൂസിങ് എങ്ങനെയായിരിക്കും, എന്താണ്
എങ്ങനെയാണ് ആ പ്രോബ്ലം പോകുന്നത്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്, ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നടക്കുന്നതാണ് ഒരു കേസ് സ്റ്റഡി. ഇതാണ് ഞാൻ ബിഹാൻസിൽ അപ്ലോഡ് ചെയ്തിരുന്ന സാധനം. ഇങ്ങനെ എൻ്റെ സാധനം ഈ ഒരു പ്രോജക്റ്റിനകത്ത് നിങ്ങൾക്ക് ഫിഗ്മയുടെ കമ്മ്യൂണിറ്റി കയറി കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം. ഒരു ചോദ്യം കൂടിയുണ്ട്. പറഞ്ഞോ. കോഡിംഗ് യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നാവിഗേറ്റ് ചെയ്യുന്നത്? കോഡിംഗ് യൂസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ നാവിഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ആക്ച്വലി പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ പ്രോട്ടോടൈപ്പിംഗ് സ്ക്രീനിൽ കാണിച്ചത് ഇതാണോ, ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഒരു ബട്ടൺ ഇന്ന് നമുക്ക് ഒരു സ്ക്രീനിലോട്ട് ലിങ്ക് ചെയ്യാം. അതിന് സർട്ടൈൻ ടൈം ഓഫ് ആനിമേഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഫിഗ്മയ്ക്കകത്തുണ്ട്. നിങ്ങൾ ഫിഗ്മ പഠിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇറ്റ്സ് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഹാപ്പൻ, ചുമ്മാ അത്രേ ഉള്ളൂ സംഭവം. അതിനകത്ത് കോഡിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ലോജിക്ക് കൊടുത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് ലോജിക് ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ ഏത് സ്ക്രീനിൽ ഏത് ബട്ടണെ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കും, ബാക്ക് ബട്ടൺ എല്ലായിടത്തും ഏത് സ്ക്രീനിലോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ലോജിക് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഫിഗ്മയിൽ സംഭവം സെറ്റ് ചെയ്യാം. ഇതിന് കോഡിംഗ് ആവശ്യമില്ല. എൻ്റയർലി ഒരു ചുമ്മാ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പരിപാടിയാണ് ഫിഗ്മ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് നത്തിങ് അബൌട്ട് കോഡിംഗ്. ഓക്കേ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും? ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ കോമ്പണന്റുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും കേട്ടോ. അതായത് ബട്ടൺസ് സെറ്റ് ചെയ്തതിനകത്തും ഇതുപോലെയുള്ള കുറെ പ്രോട്ടോടൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടണുകൾ ഇവിടുന്ന് കോമ്പണന്റുകൾ ബിൽഡ് ചെയ്ത് ഇതാണ് സ്ക്രീനെ കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ വേറൊരു പേജിൽ അല്ലെങ്കിൽ വേറൊരു സംഭവത്തിനകത്ത് കോമ്പണൻസ് ബിൽഡ് ചെയ്ത് അതിനെ അനിമേറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ സ്ക്രീനെ കൊണ്ടുവരുന്നത്. സോ അവിടെയല്ല ഇത് ഓരോന്നും പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത്. സോ ഒരു തുടക്കത്തിലേ നമ്മൾ ഇത്രയൊന്നും ചെയ്തു പോകത്തില്ല. ആനിമേഷൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചുമ്മാ ഒരു മോക്കപ്പ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ എസെൻഷ്യലി ഇങ്ങനെയാണ് മിക്ക ഡിസൈൻ സിസ്റ്റങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ഫിഗ്മയിലൊക്കെ പോയിട്ട് ഇപ്പം ഗൂഗിളിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓപ്പൺ ചെയ്തതിൽ അതിൻ്റെ അകത്തെല്ലാം ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ കാറ്റഗറി തിരിച്ച് കോമ്പണന്റുള്ള സംഭവങ്ങളൊക്കെ ആനിമേറ്റ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂസ്ഫുൾ ആയിട്ടുള്ള സ്ക്രീനുകളൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. ഓക്കേ, UX ഡിസൈനറിന് കോഡിംഗ് അറിയേണ്ട ആവശ്യമുണ്ടെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. UX ഡിസൈനറിന് കോഡിംഗ് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ ബേസിക് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ഡെവലപ്പറിന്റെ ലിമിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ഡെവലപ്പേഴ്സിനും നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈനർ ഒരു വലിയൊരു സംഭവം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ, ഒരു കാർ ഓർഡർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ കാർ ഓർഡർ ചെയ്യുന്നതിനകത്ത് നിങ്ങൾ 3D കാറൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചു. അതിനകത്ത് നിങ്ങൾക്ക് കുറെ സാധനം ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ, കാർ ഓടിച്ചു നോക്കാൻ വേണമെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചെന്ന് വിചാരിക്കും. അത് ഡെവലപ്പറിന് പോസിബിൾ ആയിരിക്കണം നിർബന്ധമില്ല. അയാൾക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പം അയാളുടെ ലിമിറ്റേഷനുള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കോഡിംഗ് നോളജ് ഉണ്ടെങ്കിൽ. പക്ഷെ ഇറ്റ്സ് നോട്ട് നിർബന്ധമായിട്ടുള്ള സാധനം ഒന്നല്ല. UX ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞുള്ള പല ഫീൽഡുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് നെസസറി. പഠിച്ചു വെക്കുവാണെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. സോ നെസസറി ആയിട്ടുള്ള കാര്യമല്ല കോഡിംഗ് നോളജ്. പിന്നെ നിങ്ങൾക്ക് നോ കോഡിംഗ് ആയിട്ട് വെബ്സൈറ്റുകളൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ചെയ്ത് തുടങ്ങിയ വേറൊരു ടൂളാണ് ഫ്രെയിമർ. ഒരു ചോദ്യം ഉണ്ട്. എഫിഷ്യന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫ്ലെക്സിബിൾ ഫോർ UI/UX ഡിസൈനിങ്. ആക്ച്വലി എനിക്ക് ഈ ഒരു ഡെവലപ്പിംഗ് ഫീൽഡിനെ കുറിച്ച് എനിക്ക് ഐഡിയ അബേക്ക് പറയാൻ പറ്റുമായിരിക്കും. HTML, CSS, JS അത്രയും മതി. ഒരു ഫ്രണ്ട് എൻഡ് ഡിസൈനിങ്ങിന് മാത്രം മതി. ബാക്കിയെല്ലാം അഡ്വാൻസ്ഡ് ആണ്. ബേസിക്കലി അത് മാത്രം അടങ്ങിയിരുന്നാണ് മതി. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? നിങ്ങൾക്ക് വെബ്സൈറ്റ് പ്രോട്ടോടൈപ്പ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനോടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Ink&Vision.framework ഇതൊരു പ്രോട്ടോടൈപ്പിംഗ് ടൂളാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു റിയൽ വേൾഡ് വെബ്സൈറ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത ഒരു ടൂളായിരുന്നു ഫ്രെയിമർ. ഇതും നോ കോഡ് ടൂളാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം ആൻഡ് യൂസ് ചെയ്യാം. സിമ്പിൾ ആണ് സംഭവം. സോ ഇതിനകത്ത് കോഡിംഗ് ഒന്നുമില്ല. ഒരു കോഡിംഗ് ഇല്ലാണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. ചുമ്മാ നിങ്ങൾ Ink&Vision ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഫ്രെയിമർ സെർച്ച് ചെയ്യാൻ ഫ്രെയിമറിനകത്ത് പോയിട്ട് ഇതുപോലെ പ്രോട്ടോടൈപ്പുകൾ, റിയൽ വർക്കിംഗ് പ്രോട്ടോടൈപ്പുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് വെബ്സൈറ്റുകൾ കോഡിംഗ് ഇല്ലാണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. That's another option. Yeah. Okay. Any other doubt? പിന്നെ കോഡിങ് പരിചയമുള്ളവർക്കാണെങ്കിൽ ഓക്കെ, UX-ന് ഫിഗ്മയാണോ ബെറ്റർ ബാക്കിയുള്ളതിനേക്കാൾ? ഫിഗ്മയാണ് ആക്ച്വലി ബെറ്റർ. കാരണം അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഫ്രീ.
അതിന്റെ എൻറ്റയർ ഫീച്ചേഴ്സിനോട് കൂടെ അത് ഫ്രീ ആണ്. AI ഫീച്ചേഴ്സ് ഒഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് ഡിസൈനിങ് നമ്മൾ ചുമ്മാ തമ്പനയിൽ ഡിസൈൻ ചെയ്യാം, യൂട്യൂബ് തമ്പനയിൽ വരെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധനം യൂസ് ചെയ്യാൻ പറ്റും, ലോഗോ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ടൂളാണത്. സോ UX-ന് ഫിഗ്മയാണ് നിലവിലുള്ളതിലെ വൺ ഓഫ് ദ ബെസ്റ്റ്. മറ്റു ടൂളുകളുണ്ട്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നവർക്ക് ഇഷ്ടംപോലെ ടൂളുകളുണ്ട്. സ്കെച്ചൊക്കെ iOS ഒക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഡിസൈൻ ചെയ്യുന്നവർക്കാണെങ്കിൽ, iOS ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സംഭവം ബിൽഡ് ചെയ്യാനായിട്ട് സ്കെച്ചൊക്കെ ഉപയോഗിക്കാം. അതർവൈസ് ഫിഗ്മ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം ഫിഗ്മയുടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങളൊരു ജോബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏണിംഗ് ഒക്കെ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ there are lot of features. ഇതുപോലുള്ള ഞാൻ ഇതിന്റെ പ്രീമിയം എടുത്തിട്ടുള്ളതാണ്. അതിന്റെ അകത്താണ് നമ്മൾ സ്ലൈഡ് ബിൽഡ് ചെയ്യുന്ന, നിങ്ങളെ ഇപ്പം ഒരു പ്രസന്റേഷൻ കാണിച്ചത്, ഇതുപോലുള്ള സ്ലൈഡ് ബിൽഡ് ചെയ്യുന്ന ടൂള്, പിന്നെ ക്യാൻവയുടെ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഒരു ഫുൾ പാക്കേജ് ആണ് ഫിഗ്മ. സോ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് റിയലി ഗുഡ്. സോ I'm so grateful. Okay. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പം ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ either നിങ്ങൾക്ക് എന്റെ ലിങ്ക്ഡിൻ പേജ് ഉണ്ട്, ജോയൽ സിബി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ പേജ് കിട്ടും. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ സംസാരിക്കാം, ചാറ്റ് ചെയ്യാം, ചോദിക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇപ്പോൾ ഉള്ള ഗ്രൂപ്പില്ലേ, കോഡെക്സ് തിങ്ക് സ്പേസ് എന്ന് പറഞ്ഞ് റിനെയിം ചെയ്യും ഈ ഇവന്റ് കഴിയുമ്പോൾ. അപ്പൊ അതിനകത്ത് ജോയൽ സിബി ഉണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഫ്രെയിംവർക്ക് പോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓർ വെബ്സൈറ്റ് അവൈലബിൾ ഉണ്ടോ? ആക്ച്വലി ഫ്രെയിമർ കൊമേഴ്ഷ്യൽ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് മറ്റേ ഇന്റഗ്രേഷൻ ഉണ്ട്, അതായത് ഷോപ്പിഫൈ പോലത്തെ ഇന്റഗ്രേഷൻസ് ഒക്കെ ഉണ്ട്. സോ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഫ്രെയിമർ ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. മറ്റ് ടൂളുകൾ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ നമ്മള് ബേസിക് ആയിട്ട് വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്യുന്ന ഒരു ഫ്രീ ടൂൾ ഉണ്ടല്ലോ, വിക്സ് പോലുള്ള ടൂളുകളൊക്കെ ഉണ്ട്. വിക്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഇഷ്ടംപോലെ ടൂളുകൾ അവൈലബിൾ ആണ്. ചുമ്മാ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൂളുകൾ. ഫ്രെയിമർ എനിക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഫിക്സ് കുറെ പേര് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് പരിചയമുള്ള ഇഷ്ടം പല പേര് ഫിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെബ്ഫ്ലോ ഉണ്ട്. വെബ്ഫ്ലോ പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ അതിന് പേയ്മെന്റ് അവൈലബിൾ അല്ല. ഒരു സ്ക്രീനോ ഒരു പേജോ മറ്റോ ബിൽഡ് ചെയ്യാൻ പറ്റും വെബ്ഫ്ലോ ഒരു കിടിലൻ ടൂളാണ്. അതുപോലെ തന്നെ കോഡില്ലാണ്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് വെബ്ഫ്ലോ. ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കോഡെക്സിനെ പറ്റി സംസാരിക്കാം. സോ കോഡെക്സ് എന്താ, ജോലി പറഞ്ഞാൽ തന്നെ ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷൻ, അത്രയേ ഉള്ളൂ. അതായത് എന്താണോ ഡിജിറ്റലി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷനാണ് കോഡെക്സ്. എന്തോ അതിപ്പോൾ ബ്രാൻഡിങ് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഡിസൈനിങ് ആയിക്കോട്ടെ, എനിത്തിങ് എൽസ്, അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഈവൻ AI മെഷീൻ ലേണിംഗ് എന്തോ ആയിക്കോട്ടെ. സോ എന്താ വി ആർ ഓൾസോ ഡൂയിങ് പ്രോജക്ട്സ്, UG ആൻഡ് PG പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഗ്രൂപ്പിനെ റിനെയിം ചെയ്ത് കോഡെക്സ് ആൻഡ് തിങ്ക് സ്പേസ് എന്ന് പറഞ്ഞ് മാറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ആഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അതൊരു കമ്മ്യൂണിറ്റി പോലെ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെന്ന് ചോദിക്കാം, ഏത് ഫീൽഡ് റിലേറ്റഡ് ആണ് ഡൗട്ട് ചോദിക്കാം. ഓൾസോ നിങ്ങൾക്ക് ഇപ്പോൾ UG PG പ്രോജക്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്, ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ അതൊരു നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അവിടെ തന്നെ കാണും. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും UX റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഓൾസോ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഈ മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഫുൾ നെയിം ഒന്ന് ആ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് തരണം. ഇത് കഴിഞ്ഞ ഉടനെ ഫുൾ നെയിം. ദെൻ പിന്നെ പറയാനുള്ളത്, ഡിസംബർ 1st വീക്കിൽ നമ്മളൊരു ഓഫ്ലൈൻ ഇവന്റ് നടത്തുന്നുണ്ട്. അത് ഓപ്പൺ അല്ല, അതൊരു കോളേജ് ബേസ് നടത്തുന്നതാണ്. അപ്പോൾ ആ ഇവന്റ് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യും, ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് ലൈവായിട്ട് ലൈവ് സ്ട്രീം ചെയ്യും അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓൾസോ അതിൻ്റെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് അപ്പോൾ അത് കാണാവുന്നതാണ്. അതിൻ്റെ അനൗൺസ്മെന്റ്സ് പുറകെ നിന്ന് വരും. ഡിസംബർ 1st വീക്കിനായിരിക്കും പ്രോഗ്രാം. എന്തോ ഡൗട്ട് വന്നിട്ടുണ്ട്, ജോയൽ? ഒന്നുമില്ല, BCA MCA പോലുള്ള സ്റ്റുഡൻസിന് പ്രൊജക്ട് ഹെൽപ്പ് കൊടുക്കൂലേ? യെസ്, എല്ലാവർക്കും കൊടുക്കും. കോണ്ടാക്ട് ചെയ്താൽ മതി പ്രൊജക്റ്റിന് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ. ദെൻ ജോയലിൻ്റെ സോഷ്യൽ മീഡിയ സ്യൂട്ട്സും
ദെൻ കോഡക്സിന്റെ സോഷ്യൽ മീഡിയ ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം പോലുള്ള പേജുകളുടെ ലിങ്ക് എല്ലാം ആ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ PPT ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓൾസോ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ക്ലാസ് വേണം, സജഷൻ ഉണ്ടെങ്കിൽ അത് പറയുക. ഹലോ അബേ, ഇതിന് PPT അവൈലബിൾ അല്ല ഫിഗ്മൽ ഡിസൈൻ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് വ്യൂബിൾ ആയിട്ടുള്ള ലിങ്ക് ഉണ്ട്. ഞാൻ ആ ലിങ്ക് പബ്ലിഷ് ഓക്കെ ചെയ്യാം. ഫിഗ്മ ലിങ്ക് ഇതാ. ആ ലിങ്ക് നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യാം, പ്രസന്റേഷൻ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിനകത്തുള്ള ഏതെങ്കിലും റിസോഴ്സിന്റെ ലിങ്ക് വേണമെങ്കിൽ അതും ചോദിച്ചാൽ മതി, അത് ഞാൻ തരാം, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എനിക്ക്. ഓക്കെ. പിന്നെ ഇതുപോലുള്ള ഇവന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഈവൻ നിങ്ങളുടെ കോളേജിലായിരുന്നാലും ശരി, അല്ല ഓൺലൈൻ ആയിരുന്നാലും, നമ്മൾ കോഡക്സ് ഇതുപോലുള്ള ഇവന്റ്സ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഓൾസോ ഈ ഒരു ഇവന്റിന്, ഇപ്പം നടന്നൊരു ഇവന്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ടൈപ്പ് ചെയ്തിടുക. ഇതിന്റെ ചാറ്റിൽ തന്നെ ടൈപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ മൈക്കോണൊക്കെ ഒന്ന് പറഞ്ഞാൽ അത്ര നന്നായിരിക്കും. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സെഷൻ എൻഡ് ആയിട്ടില്ല. നിങ്ങളുടെ എന്താ ഫീഡ്ബാക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നന്നായിരിക്കും എല്ലാവരും. UX-നുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആണോ ചോദിച്ചത്? ആക്ച്വലി UX-ന് എക്സ്പീരിയൻസ് മതി. ലൈക്ക് നിങ്ങളൊരു UX-ന് ജോലിക്ക് ചെല്ലുമ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളോട് ഏതെങ്കിലും ഡിഗ്രി വേണമെന്നൊന്നും പറയത്തൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ പലയിടത്തും ചെക്ക് ചെയ്തപ്പോഴും ഒരു 1 and 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹൈ പേയിങ് ജോബിൽ കയറാൻ പറ്റും, ഒരു റോളിൽ UX-ന്റെ റോളിൽ കയറാൻ പറ്റും. സോ ബേസിക് ക്വാളിഫിക്കേഷൻ, അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ തീർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം ഗൂഗിളിൽ ഞാൻ വന്നിട്ട് കോഴ്സുകളൊക്കെ പറഞ്ഞിട്ട് വളരെ ചീപ്പായിട്ടുള്ള കോഴ്സുകളാണ്. അതൊക്കെ ചെയ്ത് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ കോഴ്സ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ പോലെ വേണേൽ കാണിക്കാം. പക്ഷേ ഇറ്റ്സ് നോട്ട് നെസസറി, ഇറ്റ്സ് എ സ്കിൽ ബേസ്ഡ് ജോബ്. നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് കുറച്ച് പോർട്ട്ഫോളിയോ വർക്കുകൾ മതി, നിങ്ങൾ സ്വന്തമായിട്ടുള്ള കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. സോ ദാറ്റ്സ് ഇറ്റ്. നോ സച്ച് കൈൻഡ് ഓഫ് ലൈക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ. ഗ്രൂപ്പിൽ പേരിടുന്ന ആരും മറക്കരുത്. മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഫുൾ നെയിം ടൈപ്പ് ചെയ്തിട്ടേക്കണേ ഫോർ സർട്ടിഫിക്കറ്റ്സ്. ക്വാളിഫിക്കേഷൻ വേണ്ട എന്ന് ഞാൻ പറയാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ പേരെനിക്ക് അറിയില്ല, ഒരു ആഫ്രിക്കൻ ഒരു പുള്ളി ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങള് കോഴ്സ് പഠിക്കുന്ന സമയത്ത് പുള്ളിയുടെ സെഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറഞ്ഞ വെച്ചാൽ പുള്ളി ഇന്റർനെറ്റ് ഒന്നും അവൈലബിൾ അല്ലാത്ത ഒരു കഫേയിൽ പോയിട്ട് പഠിക്കേണ്ട ഒരു ഇംഗ്ലീഷ് പോലും അറിയത്തില്ലാത്തൊരു പുള്ളിയായിരുന്നു. പുള്ളിക്ക് യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. പുള്ളി പലയിടത്തും നോക്കി, പുള്ളി ഇന്റർനെറ്റിലേക്ക് കിട്ടിയ രീതിയിൽ പുള്ളി സാധനം ഡിസൈൻ ചെയ്തു, പുള്ളി അത് പബ്ലിഷ് ചെയ്തു, പുള്ളിയുടേതായിട്ടുള്ള ഓരോ പ്രൊജക്ടുകൾ ചെയ്തു. ഗൂഗിളിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, പുള്ളി അപ്ലൈ ചെയ്തു, പുള്ളിക്ക് സ്കില്ലുണ്ടെന്ന് മനസ്സിലാക്കി, അവർ പുള്ളിനെ ജോബിനെടുത്തു. ആൻഡ് പുള്ളി ഏതെങ്കിലും ഡിഗ്രി പഠിച്ചിട്ടില്ല, ഏതെങ്കിലും സ്പെസിഫിക് കോഴ്സുകൾ പഠിച്ചിട്ടില്ല, എൻറ്റയർലി ബേസ്ഡ് ഓൺ ദ സ്കിൽ. അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഗൂഗിളിൽ തന്നെ ഉണ്ട്. സോ മിക്ക MNC-കളും ഈ ഒരു ക്വാളിഫിക്കേഷനപ്പുറം സ്കിൽ ബേസ്ഡ് ആയിട്ടാണ് ആളുകളെ എടുക്കുന്നത്. സോ ദർ ഇസ് നോ സച്ച് തിങ് ലൈക്ക് ക്വാളിഫിക്കേഷൻ. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും? ജോലി വൈൻഡപ്പ് ചെയ്യാം. ഓ ഷുവർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാട്ടോ. ലൈക്ക് ആ ഗ്രൂപ്പിനകത്ത് അല്ല പേഴ്സൺ ആയിട്ട് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. എന്താണ് ലൈക്ക് വാട്ട് എവർ ഡൗട്ടോ എന്തെങ്കിലും റിസോഴ്സുകൾ വേണമെങ്കിലോ എനിത്തിങ് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ. നിങ്ങളുടെ ഫീഡ്ബാക്സ് ബാക്കി എല്ലാവരും ഫീഡ്ബാക്സ് ഒന്ന് വാട്സപ്പിൽ ഇട്ടേ, ആ ഗ്രൂപ്പിനകത്ത് തന്നെ ഇട്ടേക്കുക. എല്ലാവരും ഇടുന്ന ഫീഡ്ബാക്സ് ഓൾസോ നിങ്ങളുടെ ഫുൾ നെയിം കൂടി ടൈപ്പ് ചെയ്തിട്ടേക്കുക. ഓക്കെ. താങ്ക് യു സോ മച്ച് എവരി വൺ. താങ്ക് യു സോ മച്ച് ജോയ് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ആ ഗ്രൂപ്പ് അഡ്മിൻസ് ഉള്ളി ആണോ? അഡ്മിൻസ് ഓൺലി ആണ്, അത് മാറ്റാം. ഓക്കെ, അത് തിങ്ക് സ്പേസ് ആക്കി മാറ്റാം, ഇപ്പൊ തന്നെ മാറ്റി. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ, അഡ്മിഷനിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് വൈൻഡ്. താങ്ക് യു.